എന്തായാലും ഞാൻ എന്തുകൊണ്ട് അനിൽ കൊടിത്തോട്ടത്തിനെ ഒരു സൂത്രശാലിയായ കുറുക്കൻ എന്ന് വിശേഷിപ്പിക്കുന്നു എന്നത് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകും. ജാതീയതയ്ക്ക് ആദ്യം ഇല്ലാതാക്കേണ്ടത് ഹിന്ദുയിസത്തിലാണ്. അവിടെ ഇല്ലാതായാൽ ക്രിസ്ത്യാനിറ്റിയിലും ഇല്ലാതായിക്കോളൂ. അപ്പോൾ പിന്നെ ക്രിസ്ത്യാനിറ്റി കൊണ്ട് എന്താണ് മെച്ചം? ഇതിപ്പോൾ പുള്ളി തന്നെത്താനെ പെന്തക്കോസ്തിൻ്റെ ശവക്കുഴി തോണ്ടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പാൽപ്പൊടി കൊടുത്ത ആളുകളെ മയക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, തീർച്ചയായിട്ടും ഇതിലുണ്ട്. എന്തായാലും അനിൽ കൊടിത്തോട്ടം പെന്തക്കോസ്ത് വിഭാഗത്തിൻ്റെ ഒരു ചിഹ്ന ആൾദൈവമാണെന്ന് എനിക്ക് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതോടുകൂടി മനസ്സിലായി. TPM സഭയിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി IPCയിലും അസംബ്ലീസ് ഓഫ് ഗോഡിലും ഒക്കെ എങ്ങനെയാണെന്ന് നമ്മുടെ കാവാൽജി പറഞ്ഞ് മനസ്സിലാക്കും. പെന്തക്കോസ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാഞ്ഞിട്ടല്ല, എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ പറയാൻ. ഈ സെയ്തു എന്നാണ് മരുമോൻ്റെ പേര്. പുള്ളി ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ കൃത്യതയും വ്യക്തതയും ടു ദ പോയിന്റ് പ്രിസൈസ് ആയിട്ടുള്ള ഇത്രയും ക്ലാരിറ്റിയിലാണ് പുള്ളി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ ഉത്തരം കൊടുക്കുന്ന അമ്മായിയപ്പൻ കിടന്ന് ഉരുളുകയാണ്. സൂത്രശാലിയായ കുറുക്കൻ എന്ന് എക്സ്ട്രീംലി കണ്ണിങ് ആയിട്ടുള്ള വ്യക്തികളെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അതേപോലെ ഒരു സൂത്രശാലിയായ കുറുക്കനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അത് മറ്റാരുമല്ല, പെന്തക്കോസ്തൽ പാസ്റ്ററായ അനിൽ കൊടിത്തോട്ടമാണ്. പെന്തക്കോസ്തിലെ ജാതീയത എന്നൊരു വീഡിയോ ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അനിൽ കൊടിത്തോട്ടത്തെ ഞാൻ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പുള്ളി നാടായ നാട് മൊത്തം നടന്നിട്ട് ഉള്ള സ്റ്റേജിലെല്ലാം പോയിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ ജാതീയത തുടർച്ച നീക്കിയത്, ഇല്ലാതാക്കിയത് മൊത്തം ക്രിസ്ത്യാനികളാണ്. അത്തരത്തിലാണ് പുള്ളി അതിനെ പറഞ്ഞു വെക്കാറ്. അതുമാത്രമല്ലാതെ പുള്ളി പെന്തക്കോസ്തിൻ്റെ ഒരു വക്താവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാനൊരു എക്സ് പെന്തക്കോസ്ത് വിശ്വാസിയാണ്. അപ്പോൾ ഞാൻ മെയിൻലി ക്രിട്ടിസൈസ് ചെയ്യുന്നത് പെന്തക്കോസ്തൽ എന്നൊരു ബിലീഫിനെയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അതൊരു കൾട്ട് തന്നെയാണ്. മറ്റൊന്നുമല്ല, ഒരു വിശ്വാസം കാര്യങ്ങളല്ല, അതൊരു കൾട്ട് തന്നെയാണ്. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എന്തായാലും ഞാൻ എന്തുകൊണ്ട് അനിൽ കൊടിത്തോട്ടത്തിനെ ഒരു സൂത്രശാലിയായ കുറുക്കൻ എന്ന് വിശേഷിപ്പിക്കുന്നു എന്നത് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകും. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. കേരളത്തിന്റെ സമകാലീനമായ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ പൊതുവായി ക്രിസ്തീയ സഭകൾക്കെതിരെയും വിശേഷാൽ പെന്തക്കോസ്ത് സഭകൾക്കെതിരെയും ഉയർന്നു വരുന്ന ചില വിമർശനങ്ങളെക്കുറിച്ചുള്ള ഒരു സംഭാഷണമാണിത്. നമ്മൾ നേരിട്ട് ആ ചോദ്യത്തിലേക്ക് തന്നെ കടക്കുകയാണ്. ക്രിസ്തീയതയിൽ അല്ലെങ്കിൽ ക്രിസ്തീയ വിഭാഗങ്ങൾക്കിടയിൽ ജാതീയത ഉണ്ട് എന്നൊരു വിമർശനം പൊതുവെ ഉയർന്നു വരുന്ന ഒരു കാര്യമാണ്. കാരണം പ്രധാനമായിട്ടും സാറി കഴിഞ്ഞ ചില കാലഘട്ടങ്ങളിൽ ജാതീയതകൾക്കെതിരെ ശക്തമായി വിമർശനപരമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും ഒക്കെ നടത്തിയ ഒരു സാഹചര്യത്തിൽ ക്രിസ്തീയതയിലും ജാതീയത ഉള്ളപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ആയിരിക്കെ സാർ മറ്റ് വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേക ഹിന്ദു വിഭാഗങ്ങളിൽ ജാതീയത ഉണ്ട് എന്നുള്ള വിമർശനം വരുമ്പോൾ തിരിച്ച് ക്രിസ്തീയതയിലും ജാതീയത ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്താണ് സാറിന് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ക്രിസ്തീയതയിൽ ശരിക്കും ജാതീയത ഉണ്ടോ? തീർച്ചയായിട്ടും അത് നിരാകരിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധമല്ല. ക്രിസ്തീയതയിലെ ജാതീയത, ഉപജാതീയത, വംശീയത, നിരവധി ഘടകങ്ങൾ ക്രിസ്തീയതയിലുണ്ട്, ഇസ്ലാമിലുമുണ്ട്. ഇതിപ്പോൾ പുള്ളി എടുത്തിട്ട് ഒരു സൈക്കോളജിക്കൽ ട്രിക്കാണ്. ഇത് എല്ലാ വ്യക്തികളും ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ട്രൈ ചെയ്തിട്ടുള്ളതായിരിക്കും. അത് നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് നമുക്കൊരു എക്സാമിന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് നമ്മൾ പറയുന്നത് എന്തായിരിക്കും? എനിക്ക് മാത്രമല്ല മാർക്ക് കുറഞ്ഞത്, എൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും മാർക്ക് കുറഞ്ഞു. അപ്പം വീട്ടുകാർ അതിനെ കാണുന്നത് അപ്പോൾ പ്രശ്നമില്ല, മൊത്തത്തിൽ എക്സാം കുറച്ച് ടഫായിരുന്നു, അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്. സത്യത്തിൽ അവിടുത്തെ പ്രശ്നം ഞാൻ പഠിക്കാത്തതോ എനിക്ക് പെർഫോം ചെയ്യാൻ കഴിയാത്തതോ ആണ്. അതിനെ പൂഴ്ത്തി വെച്ചുകൊണ്ട് എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്, അതുകൊണ്ട് എനിക്ക് വന്നൊരു പ്രശ്നമാണ് ഇതെന്ന് പറഞ്ഞിട്ട് നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനെ രണ്ടിനെയും അവഗണിച്ചുകൊണ്ടുള്ള വിമർശനം. പക്ഷേ വ്യത്യാസം ആദ്യം തന്നെ കാതലായ വ്യത്യാസം ആദ്യം പറയാം. ക്രിസ്തീയതയിലെ ജാതിക്ക് അല്ലെങ്കിൽ വംശീയതയ്ക്ക് യേശുക്രിസ്തുവിൻ്റെയോ സ്ലീഹന്മാരുടെയോ പഠിപ്പിക്കലുകളുടെ പിൻബലമില്ല. ക്രിസ്തു, സെയിൻറ്റ് പോള്, സെയിൻറ്റ് പീറ്റർ, സെയിൻറ്റ് ജോണ്, സെയിൻറ്റ് ജെയിംസ് ഇവരൊക്കെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ പ്രാണിത. ഇവരാരും അങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒന്ന് ഏതെങ്കിലും തരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ഹിന്ദുയിസത്തിലെ ജാതി രേഖാമൂലമുള്ളതാണ്, അതാത് മാറ്റാൻ കഴിയില്ല. ചാതുർവർണ്ണയം മയാസൃഷ്ടമാണ്, നിങ്ങൾക്കതിനെ പരിഷ്കരിക്കാൻ കഴിയില്ല. ക്രിസ്തീയതയുടെ ജാതീയത എന്ന് പറയുന്നത് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒന്നല്ല. അത് ആദ്യം ചെയ്യേണ്ടത് ഇവർ ക്രിസ്തുവിലേക്ക് മടങ്ങിയാൽ പരിഹാരമായി. ഒരു ഹിന്ദു വിഷ്ണുവിലേക്കോ അതുപോലെ ഗീതയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവന്മാരിലേക്കോ മതഗ്രന്ഥങ്ങളിലേക്കോ തിരികെ വഴി അവർ ജാതിവാദിയായേ പറ്റും. അവിടെ റിഫർമേഷൻ എന്ന പദത്തിന് വലിയ അർത്ഥമില്ല. നവീകരണം എന്ന പദത്തിന് ഹിന്ദുമതത്തിൻ്റെ ഉള്ളിൽ സ്ഥാനമില്ല. കാരണം അത് ഈശ്വരവിരുദ്ധമായ പ്രവൃത്തിയാണ്, ബ്ലാസ്ഫമിയാണ് അവരാ ചെയ്യുന്നത്. കാരണം മയൻ അഥവാ വിഷ്ണു സൃഷ്ടിച്ച ചാതുർവർണ്ണയത്തെ കളയാൻ നിങ്ങളാരും ക്രിസ്തു എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കാര്യത്തെ എനിക്ക് കളയാൻ പറ്റില്ല, ക്രിസ്ത്യാനിയായിരിക്കുന്നിടത്തോളം. അതിനോട് വിരോധമുണ്ടെങ്കിൽ അത് യോജിക്കാൻ വയ്യെങ്കിൽ ഞാൻ ഈ പുസ്തകത്തിന് പുറത്തിറക്കാൻ വേണ്ടത്. ഇവിടെയാണ് നമ്മുടെ വിമർശനത്തിന്റെ തലം മാറുന്നത്. ഇനി അതുകൊണ്ട് തന്നെ ക്രിസ്തീയതയിലെ ജാതിയെക്കുറിച്ചുള്ള ഒരു ചോദ്യം വന്നാൽ ഒഴിഞ്ഞു മാറുന്ന പതിവൊന്നുമില്ല. ഞാനെന്തിന് ഒഴിഞ്ഞു മാറണം? എനിക്ക് ഒഴിഞ്ഞു മാറണം. ഞാൻ അതിൻ്റെ വക്താവല്ല, ജാതിയുടെ വക്താവല്ല, ഒരു ജാതിയുടെ വക്താവായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, മനുഷ്യന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. പുള്ളിയുടെ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചോണം, ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ ആയി എന്ന് പറയുന്നുണ്ട്. അത് സൊല്യൂഷൻ എങ്ങനെയാണ് ആവുന്നത്, ആയോ എന്നൊരു കാര്യം ലേറ്റർ പാർട്ട് അവസാനത്തിലേക്കൊക്കെ വരുമ്പോഴത്തേനും പുള്ളിയുടെ വായിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഒരു കാര്യം ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് പെന്തക്കോസ്റ്റ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിച്ചത് പെന്തക്കോസ്റ്റ് എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ചാണ്. പുള്ളി ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്ററാണെന്നിരിക്കെ, പുള്ളി അതിൻ്റെ വക്താവാണെന്നിരിക്കെ പെന്തക്കോസ്റ്റ് എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സമൂഹവും അതാണെന്നിരിക്കെ. ഇതിനുശേഷം കുറച്ച് പാട്ട് ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ വീഡിയോയിൽ പോയി നോക്കാം. ഇത് ലോങ് ആകുന്നത് കൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാത്തത്. അതിൽ പറയുന്നത് എങ്ങനെ ജാതീയത ക്രിസ്ത്യാനികൾക്കുള്ളിലേക്ക് വന്നു. അന്ന് ആ കാലത്ത് ബൈബിൾ ഇല്ലായിരുന്നു. മിഷണറിമാർ വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇന്നീ കാണുന്ന തലത്തിലേക്ക് ക്രിസ്തീയത ആയി മാറിയത്.
മിഷണറീസ് വന്നതിന് ശേഷമാണ് എന്ന് പുള്ളി പറയുന്നതാണ്. ആദ്യമേ തന്നെ ചോദിച്ചത് ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഉള്ള വിശേഷപ്പെട്ട സാഹചര്യത്തിലാണോ ഈ ജാതീയത ക്രിസ്ത്യാനിറ്റിയിലേക്ക് കടന്നത്? കാരണം പോർച്ചുഗീസുകാർ വരവോടുകൂടി, പ്രത്യേകിച്ച് ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിലവിലുണ്ടായിരുന്ന ഒരു ക്രിസ്ത്യാനിറ്റിയെ പോർച്ചുഗീസുകാർ വരവോടുകൂടി ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഒരു മാറുകയും തുടർന്ന് വന്ന ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ മിഷണറിമാരുടെ വരവിന് ശേഷം ഇവിടെ പെന്തക്കോസ്ത് സഭകൾ ഉണ്ടാകും, ചർച്ചപൂർവ്വ പോലുള്ള സഭകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഏജ് പോലുള്ള സഭകൾ ഉണ്ട്. ഈ സഭകൾക്കകത്തെല്ലാം ജാതീയത ഉണ്ട് എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിമർശനം എന്ന് പറയുന്നത്. ആ വിമർശനങ്ങൾക്കെതിരെയുള്ള സാറിന്റെ മറുപടിയാണ്. ഇതിന് പുള്ളി കൊടുക്കാൻ പോകുന്ന ഒരു ഉത്തരം വളരെ കോമഡിയാണ്. പുള്ളി ചോദിച്ചിരിക്കുന്നത് പെന്തക്കോസ്തിലെ ജാതീയതയെക്കുറിച്ചാണ്. പെന്തക്കോസ്തിലെ ജാതീയതയെക്കുറിച്ച് എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് അഭിപ്രായം എന്താണ്? അപ്പോൾ എന്തായിരിക്കും നാച്ചുറലി ഒരു ഉത്തരം? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും, അതിനുശേഷം അതിന്റെ കാരണത്തെക്കുറിച്ച് സംസാരിക്കും. ഇപ്പോൾ പുള്ളി കൊടുക്കാൻ പോകുന്ന ഒരു ഉത്തരം നോക്കിക്കോണം. രണ്ട് കാര്യങ്ങളാണ് ജാതിയെ നേരിടുന്നത്. ഒന്ന് സമരമാണ്, രണ്ട് സ്ഥാപിക്കലാണ്. സ്ഥാപിക്കലില്ലാതെ സമരത്തിന് പ്രസക്തിയില്ല. അതായത് നിങ്ങൾ അവിടെ വരാൻ യോഗ്യനാണ് എന്ന് നിങ്ങൾ കർമ്മം കൊണ്ടും നിങ്ങൾ എന്ന മനുഷ്യന്റെ ആ പ്രൊഫൈൽ കൊണ്ടും സ്ഥാപിച്ചെടുക്കുന്നിടത്ത് നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റില്ല. അംബേദ്കർ അംബേദ്കർ അതാണ് പറയുന്നത്. അപ്പോൾ അത് വസ്ത്രധാരണം അടക്കം അംബേദ്കർ ചെയ്തൊരു സമരമാണ്. അംബേദ്കർ അതിനോട് സ്വീകരിച്ച സ്ട്രാറ്റജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതേപോലെ തന്നെ പെന്തക്കോസ്ത് സഭകളിൽ ജാതീയതയ്ക്കൊത്ത് ശ്രീകളുണ്ട്. ഇപ്പോൾ ക്നാനിയ സമൂഹം അവർ വേറിട്ട് തന്നെയാണ്. അതുകൂടാതെ ദലിത് കമ്മ്യൂണിറ്റികൾ, ചേർമർ, സാമ്പവർ, സിദ്ധനർ, ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട ആളുകൾ. പിന്നെ ഈഴവസം നല്ല പോലെ. ഇങ്ങനെ ഇവരെല്ലാം വേറിട്ട് നിൽക്കുന്നു പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജാതീയത ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റിയോട് സമരം ചെയ്ത് അവരുണ്ടാക്കിയതാണ്. ഞങ്ങൾക്ക് നിങ്ങളോടത്തുള്ള ആയുധ വേണ്ടിയില്ല, നിങ്ങൾക്ക് ഞങ്ങളെ വേണ്ടിയില്ല, ഞങ്ങൾ മാറി നിന്നുകൊണ്ട് ഒരു ബദൽ സൃഷ്ടിക്കുന്നു. ആ ബദൽ സമരമല്ലേ? അത് സമാന്തരമായ ഒരു പ്രസ്ഥാനം അടിപ്പുറത്ത് മാറിയില്ലേ? ആസ്തിയുള്ള സാധ്യതകളുള്ള ഒരു പ്രസ്ഥാനം ക്യാൻവാസും അവർ ഉണ്ടാക്കിയപ്പോൾ പിന്നെന്താ വർഷം കിടക്കുന്നത്? ഇനി അവരാണ് അതിനെ നല്ല നിലയിൽ ഗൈഡ് ചെയ്ത് പോകുന്നത്. പെന്തക്കോസ്തൽ ജാതീയതയുണ്ടെന്ന് വളരെ വലിയൊരു പരാമർശം ഉയർന്നു വരാറുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോഴത്തേന് ജാതീയതയെ നേരിടേണ്ടത് എങ്ങനെയാണെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിക്ക് അത് ഓപ്പൺലി സമ്മതിക്കാനൊരു വൈക്ലഭ്യം ഉള്ളത് കൂട്ടും. പുള്ളിയോടെ ക്രിസ്ത്യാനിറ്റിയിൽ ജാതീയത ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേന് ആദ്യം നോർമലൈസ് ചെയ്തിട്ട് ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, അതേപോലെ തന്നെ ഇസ്ലാമിലും ഉണ്ടെന്ന് പറയും. അതിനുശേഷം പെന്തക്കോസ്തിനെ കുറിച്ച് ചോദ്യം ഉയരുമ്പോഴത്തേന് തീരെ അതിന് ചെവി കൊടുക്കാത്ത രീതിയിലാണ്. പുള്ളിക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട്, പക്ഷേ പുള്ളി ഉരുളാൻ നല്ല മിടുക്കനാണ്. മെഴുകലിസ്റ്റ് എന്ന് തന്നെ പറയണം. PhD ഇൻ മെഴുകോളജി ചെയ്തൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് പുള്ളിയെ തോന്നുന്നത്. പിന്നെ പുള്ളി പറയുന്നത് ഈ പെന്തക്കോസ്തിനുള്ളിൽ തന്നെ ജാതിയടിസ്ഥാനത്തിൽ വേർതിരിവുകൾ വന്നത് അവരുടെ ഒരു സമരമാണെന്നാണ്. ഏത്? പുള്ളി ആദ്യം പറഞ്ഞത് ജാതി വേർതിരിവിൽ നിന്ന് നിങ്ങൾക്കൊരു രക്ഷ വേണമെങ്കിൽ ആദ്യം ക്രിസ്തുവിലേക്ക് തിരിയണം. അവർ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞിട്ട് പെന്തക്കോസ്തിൽ വന്നു. പെന്തക്കോസ്തിൽ വന്നിട്ട് അവിടുത്തെ ജാതീയത സഹിക്കുക വയ്യാതെ അവർ അതിനകത്ത് ഡിവിഷൻ ഉണ്ടാക്കി പെന്തക്കോസ്ത് ദളിത് വിഭാഗം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പായിട്ടിരിക്കുകയാണ്. അതാണ് പുള്ളിക്ക് സമരമായിട്ട് തോന്നുന്നത്. എന്തൊരു കോമഡിയാണെന്ന് ആലോചിച്ച് നോക്കണം. ഇനി അടുത്തൊരു കാര്യം കൂടി ഉള്ളത്, ആഗോള ക്രിസ്തീയതയുടെ ആകെ സ്വഭാവം എടുത്താൽ, മൊത്തത്തിലുള്ള സ്വഭാവം എടുത്താലും അത് സവർണാധിപത്യത്തിലുള്ളതല്ല. ഒറ്റവാക്കി പറഞ്ഞാൽ ഈ സവർണ്ണ മേധാവിത്വം എന്നൊക്കെ പറയുന്ന സംഭവം ഏതാണ്ട് പാലാ കാഞ്ഞിരപ്പള്ളി എന്നൊക്കെ പറയുന്ന മധ്യതാങ്കൂറിൽ കാണുന്ന ഒരു സിറിയൻ ക്രിസ്ത്യൻ പാരമ്പര്യം ഉണ്ടല്ലോ. ആ പാരമ്പര്യത്തിനപ്പുറത്തേക്ക് അതിന് റേഞ്ചില്ല. ആഗോള ക്രിസ്ത്യാനിത്തിൽ ഏറ്റവും വരുന്ന ലത്തീൻ സഭയാണ്. പെന്തക്കോസ്ത് സഭകൾ എടുത്താൽ അത് രൂപപ്പെടുന്ന തന്നെ ആഗോള തലത്തിൽ ഉണ്ടാകുന്ന വില്യം ജെ സൈമൂറിനെ പോലെയുള്ള ബ്ലാക്സിൻ്റെ ഇടയിൽ വന്ന റിഫോർമേഷനാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് അത് കണ്ടിട്ട് ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം ജാതിയുടെ ഭാഗമായി നിൽക്കുന്നു എന്നത് കണ്ടെങ്കിൽ വലിയ ആശങ്കയൊന്നുമില്ല, ഒട്ടും ആശങ്കയില്ല. കാരണം അതിനെ ചെറുക്കാൻ പാകത്തിലുള്ള ബദലുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഹിന്ദു മതത്തിൽ ഇല്ലെന്നുള്ളതാണ് നമ്മൾ പറയുന്ന പ്രശ്നം. ഹിന്ദുയിസത്തിൽ അത് ഒട്ടുമില്ല, ഒരു തരത്തിലില്ല. ബദലുകൾ ഉണ്ടാക്കിയിട്ട് എന്തായി? ആ ബദലുകൾ എവിടെ പോയി നിൽക്കുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ നവോത്ഥാനം തുറന്നില്ല? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിക്കെതിരെ പോരാടിക്കൊണ്ട് രൂപവൽക്കരിക്കപ്പെട്ടതോ ജാതീയമായി സംഘടിക്കുകയോ ചെയ്യേണ്ടി വന്ന പ്രസ്ഥാനങ്ങൾ, സാൽവേഷൻ നമ്പർ 1 ഉദാഹരണം. പിന്നെ ഇങ്ങോട്ട് ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ, പിന്നെ WME, അതുപോലെ ചർച്ച് ഓഫ് ഗോഡ് പള്ളം കത്തിരിച്ച് പ്രവർത്തിക്കുന്ന, പാക്കിൽ കത്തിരിച്ച് പ്രവർത്തിക്കുന്ന ചർച്ച് ഓഫ് ഗോഡ്, മോസസ് സ്വാമിനാഥിന്റെ ബൈബിൾ ഫെയ്ത്ത് മിഷൻ, ഇതെല്ലാം തന്നെ കോടികളുടെ ആസ്തിയുള്ള മഹാപ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ ആ പ്രസ്ഥാനം വളർന്നിരിക്കുക പിന്നെന്തിനാ ആശങ്കപ്പെടേണ്ട കാര്യം എന്താ? അപ്പോൾ ജാതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിജയം വരിച്ചില്ലേ അതവിടെ നിൽക്കുന്നത്? പിന്നെന്താ പ്രശ്നം കിടക്കുന്നത്? എൻ്റെ മോനെ, ഇങ്ങനെയൊക്കെ മെഴുകാൻ മിനിമം തൊലിക്കെട്ടി പോരാ. WME, സാൽവേഷൻ ആർമി, പിന്നെ ഗ്ലോബൽ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നു. പെന്തക്കോസ്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്തിനാണ് ഈ ഗ്ലോബലിലും സാൽവേഷൻ ആർമിയും WME കുറിച്ചൊക്കെ പറയുന്നത്? ആകെ അതിനകത്തൊരു പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ചർച്ച് ഓഫ് ഗോഡ് പള്ളമാണ്. അതും ഒരു ദളിത് വിഭാഗത്തിന് വേണ്ടിയിട്ട് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സഭയാണ് ചർച്ച് ഓഫ് ഗോഡിലെ പെന്തക്കോസ്തിലെ. എന്താണ് പെന്തക്കോസ്ത് ദളിത് വിഭാഗത്തിന് വേണ്ടി ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴത്തേന് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ള വിഭാഗത്തിന് ഇവർക്ക് എപ്പോഴും കൂട്ടുപിടിക്കേണ്ടി വരും. ഒരു പ്രശ്നം ഡോക്ടർ വിനിൽ പോളിന്റെ അടിമ കേരളത്തിന്റെ ദൃശ്യചരിത്രം എന്ന പുസ്തകം വായിച്ചു വരുമ്പോൾ അതിനകത്ത് 1500-കളിൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ആകുന്ന പുലി വിഭാഗത്തെ കുറിച്ച് അതിനകത്ത് പരാമർശമുണ്ട്. പക്ഷേ ഇവർ കൺവേർട്ടായി വന്നു കഴിയുമ്പോൾ ദളിതർക്ക് വേണ്ടി മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞായറാഴ്ചകളിൽ വൈകുന്നേരങ്ങളിൽ പോളിമാസം നടത്തുകയാണ്. അപ്പോൾ ഇവരുടെ വിമർശനത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ജാതീയത വിട്ട് മാറി ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നിട്ടും ഇവരെ സമഗ്രതയിൽ ക്രിസ്ത്യാനിറ്റിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു സമരം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടൽ ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ അതിനെതിരെ ഒരു സമരം ഉണ്ടാകുന്നത്. ആ മാറ്റി നിർത്തപ്പെടലുകൾ എങ്ങനെ ക്രിസ്ത്യാനിറ്റിയിൽ വരുന്നു എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന വിമർശനം. ഈ സെയ്തു എന്നാണ് മരുമോൻ്റെ പേര്. പുള്ളി ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ കൃത്യതയും വ്യക്തതയും ടു ദ പോയിന്റ് പ്രിസൈസ് ആയിട്ടുള്ള ഇത്രയും ക്ലാരിറ്റിയിലാണ് പുള്ളി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ ഉത്തരം കൊടുക്കുന്ന അമ്മായിയപ്പൻ കിടന്ന് ഉരുളുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുള്ളി കളരി എന്തോ പഠിച്ചിട്ടുണ്ട്. ഒഴിഞ്ഞു മാറി വടിവിലമർന്നാണ് പുള്ളി ഉത്തരം കൊടുക്കുന്നത്. ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു പോവുകയാണ്. പെന്തക്കോസ്ത് എന്നൊരു ചോദ്യം വരുമ്പോഴേ പുള്ളി 100 മീറ്റർ അപ്പുറത്തേ ആടിയിട്ട് ഒരു വാക്ക് പെന്തക്കോസ്തിനെ കുറിച്ച് പറയും, ബാക്കിയെല്ലാം മിഷണറി, സാൽവേഷൻ ആർമി, WME എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വിമർശനം ഉന്നയിച്ചവരെ ഞാൻ മോശമായി കാണില്ല. വിമർശനം ഗൗരവമുള്ളതാണ്. ആ വിമർശനത്തിന്റെ അടിസ്ഥാന കാരണം അവരെല്ലാം ക്രിസ്തീയ മൂല്യം ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ തന്നെ കാണേണ്ടത് ജോർജ് മാത്തനെപ്പോള ബിൽപോൾ 1800-1854 ഫസ്റ്റ് റിക്കോർഡ് കൺവേർഷൻ നടക്കുന്നത്. 1854
ഹാബേൽ സംഭവം മല്ലപ്പള്ളി. അപ്പോൾ അന്ന് ഇങ്ങനെ ഒരു കുർബാന നടത്താനോ അല്ലെങ്കിൽ ഈ ഹോളി മാസ് ഒക്കെ നടത്താൻ ഒരു പുരോഹിതൻ ദൽക്കമ്മിറ്റിയില്ല. അന്ന് അതിനുവേണ്ടി സവർണരോട് പടവൊരു ഇറങ്ങിയത് ഒരു സവർണനാണ്, ജോർജ് മാതൻ. ഇങ്ങനെയുള്ള ഉൽപ്പതിഷ്ണുക്കളൊക്കെ ആയിരുന്നു ഇവിടെ. ഉൽപ്പതിഷ്ണുക്കൾ ഒരു സമൂഹമല്ല, ഒറ്റപ്പെട്ട ഇടപെടലുകളാണ്. അത് ശക്തമായിട്ട് നടന്നിട്ടുണ്ട്. അവരുടെ ഇതിനെ ചെറുതായി കാണാൻ പറ്റും. പിന്നെ ഇന്നത്തെ കറണ്ട് സിനാരിയോ എന്താ, പിന്നെ ക്രിസ്ത്യൻ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ പൗരോഹിത്യമാണല്ലോ വിലക്കപ്പെട്ടിരുന്നത്. ആ പൗരോഹിത്യത്തിന്റെ സകല മേഖലകളിലും ഇതിൽ സമൂഹം നല്ല രീതിയിൽ തന്നെ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൺവെൻഷൻ പ്രസംഗം കണക്കെടുക്കുക, പ്രധാനപ്പെട്ട കൺവെൻഷൻ പ്രസംഗർ സംഗീതജ്ഞര് ഒരു പെന്തക്കോസ്ത് സമൂഹത്തിന്റെ പുറത്തേക്കുള്ള ഇന്ററാക്ഷന്റെ പ്രധാന മേഖല കൺവെൻഷനാണ്. ആ വേദികളിലല്ല ദളിത് സമൂഹത്തിൽ നിന്ന് ഒക്കെ വന്ന ആളുകൾ ഈഴവ സമൂഹത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വന്നവർ മറ്റു പിന്നോക്ക് വ്യക്തമായ സ്വാധീനമല്ല ആധിപത്യം ചെലുത്തി. അത് വേറെ ഒരു കമ്മ്യൂണിറ്റി ഇല്ല. ഇത് ഏറ്റവും വലിയൊരു കോമഡിയാണ് ഇവിടെ പുള്ളി പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ ഒരു കൺവെൻഷൻ പ്രാസംഗികരെയും പാട്ടുകാരുടെയൊക്കെ കണക്കെടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ആധിപത്യം ചെലുത്തിയിട്ടുണ്ട് ദളിത് വിഭാഗത്തിൽ നിന്ന്. അതുകൊണ്ട് ദളിത് വിഭാഗത്തിന് എന്താണ് നേട്ടം? ആ പാടുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആൾക്കോ നേട്ടമുണ്ട്. പുള്ളി പറഞ്ഞ പോലെ ദളിത് കമ്മ്യൂണിറ്റീസിൽ നിന്നുള്ള അല്ലെങ്കിൽ ബാക്കി ഈഴവ കമ്മ്യൂണിറ്റീസ് എന്നുള്ളവരെ പൊക്കിക്കൊണ്ടുവരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവരോടുള്ള സ്നേഹം കൊണ്ടോ ആ കമ്മ്യൂണിറ്റിയെ പ്രഘോഷിപ്പിക്കാനോ വേണ്ടിയിട്ടോ ഒന്നുമല്ല. അതിൻ്റെ ഒറ്റ കാരണം എന്ന് പറയുമ്പോഴത്തേന് പെന്തക്കോസ്തിൽ ആളുകൾ ഇനിയും വരണം. അതിനുവേണ്ടി നന്നായി വായ്ത്താളം അടിക്കാൻ അറിയാവുന്ന, നല്ല രീതിയിൽ കഥകൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയാവുന്ന, പ്രസംഗിക്കാൻ കഴിവുള്ള, പാടാൻ കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരിക തന്നെ ചെയ്യും. അത് ഇവരോടുള്ള സ്നേഹമോ ആ ഒരു കമ്മ്യൂണിറ്റിയെ മെച്ചപ്പെടുത്താനോ അല്ല. പെന്തക്കോസ്തിൽ ആളുകൾ ഇനിയും വന്നുകൂടണം. വന്നുകൂടി കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ പൈസ വീഴും. അങ്ങനെ പറയുവാണെങ്കിൽ പണ്ടത്തെ കാലത്ത് നമ്മുടെ അമ്പലങ്ങളിലൊന്നും ദളിത് പൂജാരിമാർക്ക് പൂജ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിയിട്ടില്ലേ? എത്ര പിന്നോക്ക വിഭാഗം ആൾക്കാർ അമ്പലങ്ങളിൽ അവിടെ ഇവിടെ എല്ലാം പൂജ ചെയ്യുന്നുണ്ട്. അതൊരു മാറ്റമല്ലേ? അത് പെന്തക്കോസ്തിൽ മാത്രം വന്നൊരു മാറ്റമാണോ? അല്ലല്ലോ. സാഹിബ് ആ ചോദിച്ച പറഞ്ഞ കാര്യത്തിൽ നിന്നൊരു ചോദിച്ചോട്ടെ. അംബേദ്കറിന്റെ അഭിപ്രായത്തിൽ ഈ കൺവേർഷൻ എന്ന് പറയുന്നത് ഒരു നല്ല പ്രവൃത്തിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ കൺവേർഷനാണ് കാസ്റ്റിസത്തെ ഒരിക്കലും ജാതിയെ പൊളിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമായിട്ട് അദ്ദേഹം മുന്നോട്ട് വന്ന ഒരു കാര്യം കൺവേർഷനാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ സാർ പറഞ്ഞതുപോലെ പെന്തക്കോസ്റ്റലിസത്തിന്റെ ഒരു സംഭാവന എന്താണ് ഈ ഒരു സാഹചര്യം? കാരണം ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വിമർശനം ഉയർന്നു വന്നത് പെന്തക്കോസ്റ്റുകാർക്ക് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയപരമോ സാമൂഹികപരമായ സംഭാവന നൽകുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തീർത്തും വിമർശനപരമായിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം കേൾക്കുന്നുണ്ടായി. അപ്പോൾ ഈ ഒരു വിശേഷ സാഹചര്യത്തിൽ പെന്തക്കോസ്റ്റലിസം എന്ത് സംഭാവനയാണ് സമൂഹത്തിന് ചെയ്തത്? കാസ്റ്റിസത്തിനെതിരെ, ജാതീയതയ്ക്കെതിരെ, മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ദളിത് കമ്മ്യൂണിറ്റിയുടെ ഒരു ഉയർച്ചയ്ക്ക്, സമൂഹത്തിന്റെ ഒരു മുൻനിരയിലേക്ക് വരുവാൻ വേണ്ടി എന്ത് സംഭാവനയാണ് പെന്തക്കോസ്റ്റലിസം സമൂഹത്തിൽ ചെയ്തത്, പ്രത്യേക കേരളത്തിൽ? ഈ സെയ്തുവിനെ കൊണ്ട് സത്യം പറഞ്ഞ ഒരു രക്ഷയില്ലാതായിരിക്കണം. എനിക്ക് തോന്നുന്നു സെയ്തുവിൻ്റെ മേളിൽ എന്തോ ഭൂതം കയറിയിരിക്കുന്ന സമയമാണ്. പുള്ളി എങ്ങനെങ്കിലും പെന്തക്കോസ്തിൻ്റെ ഒരു ടോപ്പിക് എടുത്തു മാറ്റി ഒന്ന് ഒഴിഞ്ഞു മാറി ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേന് പയ്യൻ പിന്നെ പൊക്കിക്കൊണ്ട് വരുവാന്നേ പെന്തക്കോസ്തിൻ്റെ കാര്യം. പെന്തക്കോസ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാഞ്ഞിട്ടല്ല, എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ പറയാൻ. ആ പാവത്തിനൊന്ന് ശ്വാസം വിടാൻ സമയം കൊടുക്കും. പുള്ളി ഇവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. എന്താ ചെയ്തു? ഇത് ശ്രദ്ധിക്കണ്ടേ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ചെയ്തു? അല്ല, ഇപ്പം ഞാൻ ഒരു പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയുടെ ഉൽപ്പന്നം തന്നെ. ഞാനൊരു പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയുടെ ഉൽപ്പന്നമാണ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഉൽപ്പന്നമാണ്. അത് എൻ്റെ പ്ലാറ്റ്ഫോം ഒരിക്കലും ദളിത് പെന്തക്കോസ്റ്റലുടെ പ്ലാറ്റ്ഫോം അല്ല. അതെനിക്ക് തീരെ കുറവാണ് പ്ലാറ്റ്ഫോം. അത് നിങ്ങൾക്ക് അറിയാം. അതായത് വളരെ കുറച്ച് മാത്രം സപ്പോർട്ട്, ധാർമ്മിക പിന്തുണ പോലും കുറച്ചേ അവിടെ കിട്ടാറുള്ളൂ. അപ്പോൾ ഞാനെങ്ങനെയാണ്, ഞാനില്ല എൻ്റെ സുഹൃത്തുക്കളെ എടുക്കാം. എൻ്റെ സുഹൃത്തുക്കൾ, അവരെ പേര് ഉദ്ധരിക്കുന്നതൊന്നും കുഴപ്പമില്ല. മസരാജു വാൽക്കാട്, അനീഷ് കാവാൽ, അങ്ങനെ എണ്ണമറ്റ പ്രസംഗരുടെ കണക്കെടുത്താലും നെയ്സി വില്ലേജ് വന്നെല്ലാം പെന്തക്കോസ്റ്റലുടെ ഉൽപ്പന്നം വേറെ സഭ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ലീഡർഷിപ്പിലാണെങ്കിലും അതല്ലെങ്കിൽ പ്രഭാഷകരായിട്ടാണെങ്കിലും നിങ്ങളുടെ ശുശ്രൂഷയെ മാനിച്ചത്, സ്വീകരിച്ചത്, അംഗീകരിച്ചത് ഈ പറയുന്ന ഈ രാജ്യത്തിലെ സിറിയൻ ക്രിസ്ത്യൻ സഹോദരന്മാരാണ്. അതിനെനിക്ക് വില കുറച്ച് കാണാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള ഒരു ബോധ്യം ഉള്ളവരിവിടെ ഉണ്ടായിരുന്നു, പ്രബലമായ സമൂഹം. അതിനെങ്ങനെ വില കുറച്ച് കാണുന്നത്? അവർ ഇതിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ. അത് പിന്നെ ഒരു കാര്യം കൂടെ, ഈ ബൈബിൾ സെമിനാരികൾ ഇപ്പോഴാണ് ലിബറലായി. അതിനൊന്നും അഡ്മിഷൻ കിട്ടാത്ത ഒരാളുണ്ട്. അത് ഈ ജാതിയുടെ അല്ല, ജാതിയുടെ അവർ ഭാഗമല്ല. അത് ബൈബിൾ കോളേജുകളൊക്കെ അതിന് ഒത്തിരി കാണും. ഇവരുള്ള പഠിപ്പിക്കാൻ പറ്റും. ഒറ്റപ്പെട്ട സംഭവം കണ്ടേക്കാം. എന്നാൽ അവിടെ സമ്പന്നരാണെങ്കിൽ പോലും അഡ്മിഷൻ കിട്ടാത്ത വളരെ സ്ട്രിക്റ്റ് ഇന്റർവ്യൂ നടത്തി എടുത്തിരുന്ന കാലമാണ്. അങ്ങനെയുള്ള കാലത്തും അവർക്ക് പഠിക്കാൻ പറ്റി. ചെറാമ്പൂരി പഠിക്കാൻ പറ്റി, ദേശീയ കോളേജിൽ പഠിക്കാൻ പറ്റുന്ന നിസ്സാര കാര്യമില്ല. അത് പുറം ലോകത്ത് വലിയ കാര്യമാണോ? സെമിനാരി കിട്ടി. സെമിനാരി എന്താണെന്നോ അതിന്റെ സിസ്റ്റം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. അത് ഗവേഷണാത്മകമായ ഒരു രോഗമാണ്. ഞങ്ങളുടെയൊക്കെ മനസ്സിന്റെ ചിത്രങ്ങൾ വിശാലമായിട്ടും പഠിക്കാൻ പറ്റിയ അവിടുത്തെ ലൈബ്രറികളാണ്. എല്ലാത്തരം ബുക്കുകളെ ഉൾക്കൊള്ളുന്ന ലൈബ്രറിയാണ്. ഒരു വിജ്ഞാനത്തിന്റെ വലിയ ശേഖരമാണ്. ആ വഴികളിലൊക്കെ സഞ്ചരിക്കാൻ പറ്റിയത് എന്നെ സംബന്ധിച്ചോളം അത് ക്രിസ്തീയ മൂല്യങ്ങളിൽ വിശ്വസിച്ചിരുന്ന എൻ്റെ സുഹൃത്തുക്കൾ തന്ന, സഹോദരങ്ങൾ തന്ന, സഹോദര സ്ഥാനികൾ തന്ന പരിഗണനയാണ്. അപ്പോൾ ഇതുപോലെ ധാരാളം പേര് ഇതിനകത്ത് ആരെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ കമ്മ്യൂണിറ്റി ഉൽപ്പന്നങ്ങളാണ്. എനിക്ക് സത്യത്തിൽ നിങ്ങളെ മനസ്സിലാകുന്നില്ല മിസ്റ്റർ. പെന്തക്കോസ്റ്റ് ദളിത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് സെമിനാരിയുടെ കഥ പറയുന്നു, 2-3 പാസ്റ്റർമാരുടെ പേര് പറയുന്നു, പുള്ളിയുടെ തന്നെ കഥ പറയുന്നു, പുള്ളി സെമിനാരിയിൽ പോയി പഠിച്ചു. അതുകൊണ്ട് ദളിത് കമ്മ്യൂണിറ്റിക്ക് എന്തൊരു നേട്ടം ഉണ്ടായി? അതിൻ്റെ തുടക്കത്തിൽ തന്നെ പുള്ളി പറഞ്ഞു വെച്ചിട്ടുണ്ട്, എനിക്ക് ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് മോറൽ സപ്പോർട്ട് പോലും കാര്യമായിട്ടില്ല. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തത്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? നിങ്ങളെപ്പോലൊരു 3-4 പേര് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ ഒരു സമൂഹത്തിന് ഒരു മെച്ചവും ഉണ്ടാകുന്നില്ല, നിങ്ങൾക്ക് മാത്രമേ മെച്ചമുണ്ടാകുന്നുള്ളൂ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടാത്തത്. പാവത്താൻ്റെ വായിൽ നിന്ന് അറിയാതെ അങ്ങ് വീണും പോയി. നമുക്ക് ഈ ജാതീയതയ്ക്കെതിരെ തുറന്ന് സംസാരിക്കുവാനും ആഞ്ഞടിക്കുവാനും ബൈബിൾ തീർച്ചയായിട്ടും ഒരു ആയുധം തന്നെയാണ് എന്നാണ് താങ്കളുടെ അഭിപ്രായം. തീർച്ചയായും. പക്ഷേ അവിടെ ഒരു വിമർശനം ഉയർന്നു വരുന്നത് യേശുവിന് കനാനി സ്ത്രീയോടുള്ള ഒരു സമീപനത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് കനാനി സ്ത്രീ തന്റെ ഒരു സൗഖ്യത്തിന് വേണ്ടി, മകളുടെ സൗഖ്യത്തിന് വേണ്ടി വരുമ്പോൾ മക്കൾക്കുള്ളത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു പരാമർശമുണ്ട്. കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പ്രസ്താവനയാണ് യേശു ക്രിസ്തുവിന്റെ. അപ്പോൾ ഈ ഒരു പ്രത്യേക പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ഈ പറയുന്ന ഒരു കാസ്റ്റിസം അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു മാറ്റി നിർത്തൽ യേശു ക്രിസ്തുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന വിമർശനമുണ്ട്. അതിനെക്കുറിച്ചുള്ള ഈ ഡിസ്ക്രിമിനേഷനെതിരെയുള്ള നിലപാടാണ്.
ഡിസ്ക്രിമിനേഷനെതിരെയാണ് യേശു സംസാരിക്കുന്നത് കനാന്യ സ്ത്രീയോട്. ഇത്തരം വിമർശനങ്ങളുടെ വഴി ഈ നവയുക്തിവാദികളുടെ ഈ യഹൂദന്റെ ജാതിയല്ല പ്രധാനമായി നിൽക്കുന്നത്. പുറത്തുള്ള ദേശീയതയെ മുഴുവൻ അവൻ നിരാകരിച്ചു. ഒരു അഹന്ത അവരുണ്ട്. ഇവിടുത്തെ ബ്രാഹ്മണ സംഘടന സമൂഹത്തെ കണ്ടോ ഈ ചെവിയിൽ യൂരി കിട്ടിയിരിക്കുന്ന പണിയുന്നില്ല. അത്തരം പീഡനത്തിന്റെ വഴി അവരെ അങ്ങോട്ട് ഇഗ്നോർ ചെയ്യാം. കനാന്യരോടുള്ള സമീപനം ഇത് തന്നെയല്ല, ജാതീയത ബേസ് ചെയ്തുള്ള അവർ വെച്ച് വേറെ ആരോടും എനിക്ക് തോന്നി വിശ്വാസികൾക്ക് തന്നെ ബന്ധുക്കൂസാർക്ക് തന്നെ ഒരു സംശയമാണ് ഈ യേശുവിന്റെ ഡിസ്ക്രിമിനേഷൻ പറയുന്ന ഭാഗം. രണ്ടാമത് ഈ വേറൊരു പ്രധാന പ്രശ്നം, പക്ഷേ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണെന്നാണ് തോന്നുന്നത്. ഈ ജാതികൾ എന്നുള്ള ബൈബിളിലെ പരാമർശം ഉണ്ടല്ലോ, ആ പരാമർശവും ശരിക്കും വിമർശനത്തിൽ അതിനെക്കുറിച്ച് ജാതികൾ നേഷൻസ് ആണ്, എത്നിക് ഗ്രൂപ്പ് എന്നാണ്. അതൊരു ഇംഗ്ലീഷ് ബൈബിളൊക്കെ ഈ പരിഭാഷയുടെ പ്രശ്നം മാത്രമാണ് ഈ ജാതികൾ. ഇനി ഇത് പറയുന്നില്ല. ഈ നമ്മുടെ യേശു പറയുന്ന കനാന്യ സ്ത്രീ ഉള്ള സംഭാഷണത്തെ ആകത്തുകൾ എടുക്കണം. കനാന്യരെ മോശമായി കണ്ട ഒരു ജനത നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ യേശുവിന്റെ കൂടെയുള്ള ആളുകളെല്ലാം ജൂതന്മാരാണ്. ആ ജൂതന്മാരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് നിങ്ങളെക്കാൾ ഗ്രേറ്റ് ഇവളാണ്, അതിന് അവരടുത്തുള്ളൂ. അവരടുത്ത് നിൽക്കുമ്പോഴേക്ക് അവൾ ആവശ്യം പറയാം. അപ്പോൾ പറയാണ് ഇത് മക്കൾക്കുള്ളത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കില്ല. അപ്പോൾ പുറജാതി നായ്ക്കൾ എന്നാണ് ജൂതന്മാർ വിളിക്കും. ജൂതന്റെ വീക്ഷണത്തിൽ ഒരു പുറജാതി നായ വന്ന് നിൽക്കുകയാണ്. യഹൂദന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുള്ള സംഭാഷണം അത് കൊടുക്കില്ല എന്ന് പറയാണ്. അപ്പോൾ അവളെ ഉടനെ അവൾ പറയാണ് ജവാനെ നായ്ക്കുട്ടികൾ മേശമേൽ നിന്ന് വീഴുന്ന ഭക്ഷിക്കുന്നുണ്ട്, അത് അവളാ പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇവിടെ യേശു പറയുന്നുണ്ട് അതിന്റെ ക്ലൈമാക്സ് എന്താ, ഇത്ര വലിയ വിശ്വാസം ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ മകളെ എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു സ്റ്റോറി എടുത്തിട്ട് ആ സ്റ്റോറിയെ പാതി എടുത്തിട്ടാണ് ഇവർ ഈ നായ്ക്കുട്ടി വിഷയം പറഞ്ഞു വരുന്നത്. യേശു അങ്ങനെ ഇതിനെ മൊത്തത്തിൽ ട്രീറ്റ് ചെയ്തു. ഈ യേശുക്രിസ്തുവിൻ്റെ വിഷയം ഞാനും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ശരിയല്ല എന്ന് ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. പുള്ളിക്ക് നവയുക്തിവാദികളോട് എന്തോ ഒരു വല്ലാത്ത വൈക്ലബ്യമാണ്. പുള്ളിയുടെ ഏതൊക്കെ വീഡിയോ എടുത്ത് നോക്കിയാലും അവിടെ എല്ലാമാണ് നവയുക്തിവാദികൾ പുള്ളിയെ പിടിച്ച് കടിച്ചെന്ന് തോന്നുന്നു. നവയുക്തിവാദികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ മോറൽ കോമ്പസ് കുറച്ചുകൂടെ ഹൈ ആണ്. അത് ഈ ഒരു യേശുക്രിസ്തുവോ ഇവരുടെ ഏത് ദൈവവും പറഞ്ഞതിനേക്കാളും മേളിൽ ഇരിക്കുന്നത് കൊണ്ട് അത് വെച്ചിട്ട് പുള്ളിക്ക് അതിനെയൊന്നും ന്യായീകരിക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. എന്തുകൊണ്ട് ഈ യേശുക്രിസ്തു പറഞ്ഞൊരു സാധനം തെറ്റാണ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോഴത്തേന് എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമാണ് ഒരു താഴ്ന്ന വിഭാഗത്തിൽ നിന്ന് വരുന്ന വ്യക്തി എന്നൊന്ന് സങ്കല്പിക്കുക. ബാക്കി എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ ക്ലാസ്സിൽ 60 പേരുണ്ടെങ്കിൽ 59 പേരും ഉയർന്ന ജാതിക്കാരാണ്. എന്നെ പഠിപ്പിക്കുന്ന ടീച്ചറും ആ ജാതിയിൽ തന്നെ പെട്ട ഉയർന്ന ജാതിക്കാരാണ് എന്ന് സങ്കല്പിക്കുക. ഒരു ദിവസം ഞാൻ പഠിപ്പിക്കുന്നതിനിടയിൽ കൈപൊക്കി അല്ലെങ്കിൽ എണ്ണീറ്റ് നിന്നിട്ട് എനിക്ക് ഇങ്ങനൊരു സംശയമുണ്ട്, കാര്യങ്ങളുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഈ ക്ലാസ്സിലെ എല്ലാവരുടെയും ജാതിവെറി മനസ്സിലാക്കിക്കൊണ്ട് അത് ഒറ്റയടിക്ക് ഇല്ലാതാക്കാനായിട്ട് പുള്ളിക്കാരി ഒരു ഉദാഹരണത്തിലൂടെ ഇവരെ പഠിപ്പിക്കാമെന്ന് ശ്രമിക്കുന്നു. അതിനായിട്ട് ഇവരെൻ്റെ അടുക്കെ പറയുകയാണ്, ഇരിക്കവിടെ, നീ ആരാ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുക? നിന്നെയൊക്കെ ഇവിടെ കയറ്റി ഞങ്ങളുടെ കൂടെ ബെഞ്ചിലിരുത്തുന്നത് തന്നെ ഞങ്ങളുടെ വലിയ മനസ്സ്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഇവിടെ എനിക്ക് സാലറി തന്ന് ഇരുത്തിയേക്കുന്നത് നിന്നെപ്പോലുള്ള താഴ്ന്ന ജാതി നായ്ക്കളെ പഠിപ്പിക്കാനല്ല. ഞാൻ എന്നെ പോലെ എനിക്ക് സമാനമായിട്ടുള്ള ആളുകളെ, ഇസ്രായേൽ മക്കളെന്ന് അതിനകത്ത് പറയുന്നത് അങ്ങനെയുള്ള എൻ്റെ ആൾക്കാരെ പഠിപ്പിക്കാനാണ് ഇവിടെ ഇരിക്കുന്നത്. അന്നേരത്തേന് ഞാൻ കരഞ്ഞ് കാല് പിടിക്കണം, അങ്ങനെ പറയരുതേ, എന്നെ എന്തെങ്കിലും പഠിപ്പിക്കണം, ഇവർക്ക് പഠിപ്പിച്ച് ബാക്കി വന്നതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തരണമേ എന്ന് പറയുമ്പോഴത്തേന് പുള്ളിക്കാരി പെട്ടെന്ന് പറയുകയാണ്, കണ്ടോ ഇവൻ്റെ ആ ഒരു തീക്ഷ്ണത, വിദ്യാഭ്യാസത്തിനോടുള്ള അവൻ്റെ അടങ്ങാത്ത ഒരു ആസക്തി കണ്ടില്ലേ? അത് ഞാൻ നിങ്ങളിൽ കണ്ടില്ല, അത് ഇവനിൽ കാണുന്നു, അതുകൊണ്ട് ഞാൻ ഇവന് ഉത്തരം പറഞ്ഞു കൊടുക്കും എന്ന് പറയുമ്പോഴത്തേന് ഒരു വ്യക്തി എന്ന നിലയിൽ ഈ 59+1 ടീച്ചറിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ഡീഹ്യൂമനൈസ് ചെയ്യപ്പെടുകയാണ്. എൻ്റെ ഡിഗ്നിറ്റിയെയും ഇൻഡിവിജ്വാലിറ്റിക്കും ഒക്കെ യാതൊരുവിധ വിലയും കൽപ്പിക്കാതെയാണ് ആ ഒരു കാര്യം അവിടെ പറയുന്നത്. ഈ ഒരു 59 പേരുടെ മുന്നിൽ സമൂഹത്തിൽ അവിടെ എന്നെ പരിഹസിച്ചുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറയുന്നത് നല്ലൊരു സൊല്യൂഷൻ ഒരു കാലത്തും അല്ല. ഇന്നത്തെ കാലത്ത് ആ രീതിയിൽ ഒരു ടീച്ചർ പെരുമാറിയാൽ നേരെ ജയിലിൽ പോയി കിടക്കും. അതാണ് ഇന്നത്തെ ഇവോൾഡ് മൊറാലിറ്റി. അതുകൊണ്ടാണ് പുള്ളിക്ക് ഈ നവയുക്തിവാദികളോടൊരു പ്രശ്നം. അവരുടെ മൊറാലിറ്റി കുറച്ച് കൂടിപ്പോയെന്നേ. അതങ്ങനെയാണ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ ഇങ്ങനെ ഒന്ന് ആലോചിക്കുമ്പോൾ ജാതി എന്താണ്, ജാതീയത എന്താണ്, അതിൻ്റെ അത് വർക്ക് ചെയ്യുന്ന രീതി എന്താണ്, ഇതെല്ലാം പഠിക്കണ്ടേ. അപ്പോൾ അതിലെന്താ യേശു അവിടെ ജാതിക വിവേചനം കാണിക്കത്തക്കതിൽ ഇന്ത്യയിൽ അതിനെ കുറെ ജാതി ഇല്ലാത്തൊരു സമൂഹം അവരുടെ പ്രശ്നം മനസ്സിലാ. അതായത് യഹൂദ കമ്മ്യൂണിറ്റി ജാതീയതയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ദേശീയതയാണ് അവർ കുറച്ചുകൂടെ മുൻഗണന കൊടുക്കുന്നത്. അവരുടെ വംശം ബ്രാഹ്മണ പറഞ്ഞു റേഷ്യലായിട്ടുള്ള പ്രശ്നം. ഈ ഒരു സാധനം കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ ഒരു ഉസ്താദുണ്ട്. ഉസ്താദിൻ്റെ ആ ഒരു ഷോർട്ട് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എന്ത് തോന്നിവാസമാണെന്നേ നിങ്ങൾ ഈ പറയുന്നത്? 6ാമത്തെ വയസ്സിലാണോ ആയിഷയും മുഹമ്മദ് നബി കല്യാണം കഴിച്ചത്? 9ാമത്തെ വയസ്സിലല്ലേ? അങ്ങനെയാണ് പറയുന്നത്. ജാതീയത അവിടെ ഉണ്ടോ? ജാതീയതയല്ലല്ലോ, വംശീയതയല്ലേ? ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ. മനുഷ്യരെ തമ്മിൽ വേർതിരിക്കാനായി ഒരു സ്ഥലത്ത് ജാതീയത ഉപയോഗിച്ചെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വംശീയത. അത് മാത്രമുള്ള വ്യത്യാസം. രണ്ടിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോഴത്തേന് മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുക, അത് മാത്രമാണ്. അതുപോലും മനസ്സിലാകാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല, പുള്ളിക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എങ്ങനെയെങ്കിലും ഉരുണ്ട് വരണ്ട് ഈ സാധനത്തിനെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് വെളുപ്പിച്ചെടുക്കണം. അതിനായിട്ടുള്ളൊരു പെടാപ്പാട്ടിലാണ് പാവം. ഇത് ഇന്ത്യയുടെ മാത്രം ഒരു പ്രത്യേക സവിശേഷമായ ഒരു ചട്ടക്കൂടാണ് ശരിക്കും ഈ ജാതീയത, ചാതുർണ്യം എന്നൊക്കെ പറയുന്ന ഭാഗം. അവിടേക്ക് ക്രിസ്ത്യാനിറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് കാണുന്നത്. ജാതീയത കേവലം അവരുടെ എന്തെങ്കിലും വംശീയ സവിശേഷതകളോ സംസ്കാരത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആരും അതിനെ എതിർക്കുന്നില്ല. ഇപ്പോൾ ആദിവാസി സഹോദരങ്ങൾ അവർ കുറെ സാംസ്കാരിക മൂല്യങ്ങളെന്ന് അവർ കരുതുന്ന കാര്യങ്ങളുണ്ട്. ഇതിനൊന്നും എല്ലാവരും എതിർക്കുന്നത്. അത് ബ്രാഹ്മണ സമുദായം ആകാം, ആർക്കും ആകാം. പക്ഷേ ഇത് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അപ്പാർട്ടിയിടും ഭയങ്കര ഭീകരം. അത് ഇതര സമൂഹത്തിനെതിരെ ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അത് ഇന്ത്യയിലെ ഗീതയുടെയും മനുസ്മൃതിയുടെയും രാമായണത്തിൻ്റെയൊക്കെ ഉൽപ്പന്നങ്ങൾ ആണ് ജാതി. ആ ജാതിയിലൂടെ വന്ന മനുഷ്യരാണ് കൺവേർട്ട് ചെയ്ത് ക്രിസ്തീയതയുടെ ഭാഗമായപ്പോൾ ഇവരിൽ പലരും പരിത്യജിക്കാതെ വന്നിട്ടുണ്ട്.
അതാണ് ക്രിസ്ത്യതയിലെ ജാതി. ഇന്ന് അത് ഒത്തിരി മാറിയിരിക്കും. അല്ലെങ്കിൽ ആ വലിയ മാറ്റത്തിന്റെ വഴിയിലൂടെയാണ് അതിന്റെ സഞ്ചാരം. അപ്പോൾ ഇതിനെ കാണാതെ ഇതിനും അതിലൂടെ സമീകരിച്ചാലായിരിക്കും. ആദ്യം നിർത്തിയിട്ട് വരാൻ പറഞ്ഞ പ്രോട്ടോകോൾ നിശ്ചയിക്കേണ്ട അവിടെ അല്ല, ഹിന്ദുവിസാണ് ആദ്യം തരേണ്ടത്. അതിനകത്താണ് ഭീകരത. അത് കാരണം ഇതങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. പുള്ളി ഇവിടെ തന്നെ പറയുന്നുണ്ട് ജാതീയതയൊക്കെ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ കുറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവസാനത്തെ സെഷനിൽ പുള്ളി തന്നെ പറയുന്നുണ്ട്. അപ്പം നമുക്കത് ഡിസ്കസ് ചെയ്യാം. പക്ഷേ പിന്നീട് പറയുന്നത് ജാതീയതയ്ക്ക് ആദ്യം ഇല്ലാതാക്കേണ്ടത് ഹിന്ദുയിസത്തിലാണ്. അവിടെ ഇല്ലാതായാൽ ക്രിസ്ത്യാനിറ്റിയിലും ഇല്ലാതായിക്കോളൂ. അപ്പോൾ പിന്നെ ക്രിസ്ത്യാനിറ്റി കൊണ്ട് എന്താണ് മെച്ചം? ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ ജാതീയത ഇല്ലാതായെന്ന് പുള്ളി ആദ്യം പറഞ്ഞു. ഇപ്പോൾ പറയുന്നു ഹിന്ദുയിസത്തിൽ ജാതീയത ഇല്ലാതായാലേ ക്രിസ്ത്യാനിറ്റിയിലും ജാതീയത ഇല്ലാതാകത്തുള്ളൂ. ഇത് എവിടെയെങ്കിലും ഒരിടത്തൊന്നും ഉറച്ച് നില്ലടേ. കാരണം അതിൽ ശ്രീകരണീകൃതമായ അസമത്വം, അസ്പൃശ്യത. ഇതിനടുത്ത് ദേവാലയ പ്രവേശനം പോലും ഇല്ല. ഇന്ത്യയിലെ ദേവാലയത്തിൽ ദളിത് പ്രവേശിക്കാൻ പറ്റാത്ത ക്രിസ്തീയ ദേവാലയത്തിൽ ലോകത്തിലൂടെ ആദിവാസി കിടക്കാൻ പറ്റുന്ന സ്ഥലം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും ആദിവാസി കിടക്കാം. ശരിയല്ലേ? ഇതാണോ ഗുരുവായൂരിലെ സ്ഥിതി? ഇതാണോ? ഇനി നിങ്ങൾ ഇവിടെ അങ്ങോട്ട് വിട്ടു. ഇവിടെ ഇപ്പോൾ ഒരു സുറിയാനി ക്രിസ്ത്യാനി, ഇവിടെ ഒരു ലാറ്റിൻ കത്തോലിക്ക ഇവിടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈ സുറിയാനി ക്രിസ്ത്യാനിക്ക് പ്രത്യേക പരിഗണനയുണ്ടോ? ഒരു പരിഗണനയില്ല. ഒരു പരിഗണന അത് അവിടെ ഇല്ല. ഇനി ജോസ് കെ വാണിയില്ല, സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയില്ല. ആ കൂടെ തന്നെ ഒരു മലയാള ക്രിസ്ത്യാനി ഇല്ല കൂടെ. അവിടെ എന്താ പരിഗണന പ്രത്യേകിച്ചുള്ളൂ. അത് ഇവിടെ വിട്ടാൽ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വിഷയമില്ല. അവിടെ അത് ബാധിക്കുന്നില്ല. കാരണം ക്രിസ്ത്യാനിത്വം ആഗോള വ്യാപകമായിട്ടുള്ളതാണ്. ആഗോള വ്യാപകമായ അതിനകത്ത് ഇങ്ങനെയുള്ള 3-4 ലോക രാജ്യങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രശ്നങ്ങളെ ചെറുക്കാനുള്ള ഒരു മെക്കാനിസം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഈ മെക്കാനിസം നിങ്ങൾക്ക് ഒരിക്കലും ഇസ്ലാമിലും കാണാൻ പറ്റില്ല, ഒരിക്കലും ഹിന്ദുയിസത്തിലോട്ടും കാണാൻ പറ്റില്ല. ഉടനെ ഓടിപ്പോയിരിക്കുകയാണ് ലറ്റിൻ സഭയെക്കുറിച്ചും ആഗോള ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത്. ഈ മലയാളം ഇവിടെ കേരളത്തിൽ നിന്ന് സംസാരിക്കണം മിസ്റ്റർ. TPM സഭകളിൽ, പ്രത്യേക ചില സഭകളിൽ ഈ ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് വരുവാണെങ്കിൽ, ദളിത് വിഭാഗത്തിൽ നിന്നോ പിന്നോക്ക വിഭാഗത്തിൽ നിന്നോ ആരെങ്കിലും കൺവേർട്ടഡ് ആയിട്ട് സഭയിലേക്ക് വരികയാണെങ്കിൽ ചില സഭകളിൽ അവർക്കൊരു വൈറ്റ് ക്ലബ്ബിയാണ്. അവരവരോട് സംസാരിക്കാറില്ല, ചിരിക്കാറില്ല, മുഖം വീർപ്പിക്കലാണ്. അവസാനം അവർ അവിടുന്ന് നിർത്തിയിട്ട് അതിനടുത്ത് തന്നെ 5-10 കിലോമീറ്റർ അപ്പുറത്തുള്ള TPM സഭകളിൽ പോകേണ്ട ഗതികേട് TPM സഭയിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി IPCയിലും അസംബ്ലീസ് ഓഫ് ഗോഡിലും ഒക്കെ എങ്ങനെയാണെന്ന് നമ്മുടെ കാവാൽജി പറഞ്ഞ് മനസ്സിലാക്കും. കാവാൽജി പുള്ളിയുടെ ഒരു സുഹൃത്തു കൂടിയാണ്. അപ്പോൾ പുള്ളിക്ക് അതിനെ നിരാകരിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. IPCക്കാരുടെ കൊട കൊടുക്കുന്നത് പറയാം, കുമ്മനാട്ടെ പിടിക്കുള്ള IPCക്കാർ മാത്രം ആദ്യം, കാരണം അതിലും എല്ലാവരും ഒന്നും കയറ്റുകയില്ല, തർക്കമല്ലയോ. അത് അവരുടെ പാനലുള്ളവരെ മാത്രം ഞാൻ പറയാൻ പോലെ പറഞ്ഞു കൊടുക്കണം. അസംബ്ലി കോഡുകാരുടെ കുട കിട്ടുന്നെങ്കിൽ അവിടെ എല്ലായിടത്തും പാനല, പാനലുകാരെ മാത്രം കയറ്റും. ചർച്ച കോഡും തദൈവ, സകലതും തദൈവ. നമുക്ക് ഇഷ്ടമുള്ളവരെ മാത്രം കയറ്റും. മറ്റൊരുത്തിനെ കയറ്റുകയല്ല. കുടക്കിടയുണ്ടെങ്കിലും കയറ്റുക. നമ്മളെ ആള് നോക്കി, പണം നോക്കി, പ്രതാപം നോക്കി, കുടുംബമൊക്കെ നോക്കി, കാശ് നോക്കിയൊക്കെ നമ്മൾ ആൾക്കാരെ കുടയെ കെട്ടി നല്ലെന്നൊന്നും പറയരുത്. എല്ലായിടത്തും നടക്കുന്നത് നാട്ടിലൊക്കെ ഉണ്ട്. ഇവിടുത്തെ അറിയത്തില്ല, കാശുകാരെല്ലാം കൂടെ കൂടുന്ന ഒരു സഭ. സാധുക്കളോ ഇടത്തരക്കാരോ ചെന്നാൽ വരണ്ടെന്നവർ പറയത്തില്ല, പക്ഷെ അവർ മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ ഒരു 3 ആഴ്ച കഴിയുമ്പോൾ തന്നെ പോകുകയല്ലോ. സാധാരണ ആൾക്കാർ 3 ആഴ്ചയിൽ പിന്നെ അങ്ങോട്ട് പോകില്ല, കാരണം ആരും മിണ്ടുന്നില്ല. അപ്പം ഇവര് വരണ്ടെന്ന് പറഞ്ഞില്ല, ഇതുങ്ങൾ തന്നെ പോകുക. അത്രയ്ക്ക് സൂത്രബുദ്ധിയുള്ള വലിയ വിളവന്മാർ. ഞാനായിട്ടൊന്നും പറയുന്നില്ല, നമ്മുടെ കാവാലംജി തന്നെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പുള്ളി അവിടെ ജാതി എന്ന് പേരായിട്ട് പറഞ്ഞില്ല എങ്കിലും കുടുംബ മഹിമ, കാശ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ ജാതീയത വലിയൊരു ഘടകം തന്നെയാണ്. എന്ത് റെമഡിയാണ്, അല്ലെങ്കിൽ എന്താണ് ഇതിനൊരു പരിഹാരം? ഞാൻ ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പാസ്റ്റർ, അദ്ദേഹം ഒരു കല്യാണത്തിന്റെ റിസപ്ഷനിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ ശുശ്രൂഷയിൽ അദ്ദേഹം സംസാരിക്കുന്നത് പെന്തക്കോസ്റ്റിൽ ജാതീയത കാണുന്നത് പ്രധാനമായിട്ടും കല്യാണം, വിവാഹപരമായ സംബന്ധമായ കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ ജാതീയത ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നതാണ്. ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതെന്ന് നോക്കി ഉള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് കല്യാണം നടത്തുന്ന ഒരു വിമർശനം പാസ്റ്റർ തന്നെ ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇതിനൊരു പരിഹാരം നമുക്ക് എന്തായാലും ഉണ്ടാകുന്നില്ല. പരിഹാരത്തിനായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ താങ്കളൊന്ന്. പരിഹാരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പാസ്റ്റർ ചെയ്സാണ്. നമ്മുടെ സ്നേഹിതനാണ്. അത് നല്ല വീറുള്ള മനുഷ്യൻ. അപ്പോൾ ഇതിനകത്ത് കാണേണ്ടത് പാസ്റ്റർ ചെയ്സ് പറഞ്ഞത് വസ്തുതാപരമായ കാര്യമാണ്. ഇതിൽ ഈ അപ്പുറത്തുള്ള മനുഷ്യൻ ജാതി മൂലധനമാക്കി പ്രയോഗിച്ച ആൾ, അദ്ദേഹം അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ബാല്യം മുതൽ ഇതിലൂടെ മക്കളെ പഠിപ്പിക്കണം. ഏതാ നമുക്ക് ഇന്നാണ് കാര്യം, ഒരേ അപ്പത്തിൻ്റെ അംശമാണെന്ന് പഠിപ്പിക്കരുത്. അയാൾക്ക് തോന്നുന്ന നിയോളജി ഉണ്ടായിക്കോട്ടെ, ആ വഴി കൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ആ ലോകത്തോടെ പോകണം. അത് ശരി. ഇതിൻ്റെ റെമഡി എന്താണെന്ന് വെച്ചാൽ റെമഡി ക്രിസ്തുവിലേക്ക് മടങ്ങാന്നുള്ളതാണ്, അല്ലെങ്കിൽ ബൈബിളിലേക്ക് മടങ്ങാം. അവിടെ അതിന് പരിഹാരം ശാശ്വതമായിട്ട്. അപ്പോൾ അതില്ലാത്തതാണ് പ്രശ്നം. ഒരു ഹിന്ദുവിനോട് എനിക്ക് പറയാനുള്ളത്, രാമനെ ഉപേക്ഷിക്കുക, കൃഷ്ണനെ ഉപേക്ഷിക്കുക, വേദങ്ങളെ ഉപേക്ഷിക്കുക. കാരണം ഇത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സത്യസന്ധമായി ജാതിക്കെതിരെ പൊരുതാൻ പറ്റില്ല. അത് വെച്ചുകൊണ്ട് ഒരിക്കലും പറ്റില്ല. അതുകൊണ്ടാണ് നാരായണ ഗുരു ആണെങ്കിലും അയ്യങ്കാളി ഒരു മഹാൻ പറഞ്ഞ് എനിക്ക് വരെ പറ്റിയൊന്നും അറിയത്തില്ല. അത് കണ്ടോ? അമ്പേദ്കറെ പറ്റി അറിയില്ല, അയ്യങ്കാളിയെ പറ്റി അറിയില്ല, അമ്പേദ്കറെ പറ്റി അറിയില്ല. അത് ഞാനതൊന്നും നോക്കി വിമർശനത്തെ നോക്കണമല്ലോ. അതെല്ലാം കൂടെ അദ്ദേഹത്തിന്റെ ഇത് കേൾക്കാൻ അത്ര പേരുണ്ടോ നോക്കിയാൽ മറുപടി പറയാം. കടമ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാനാണ് ആ മഹാൻ. ഞാൻ അങ്ങനെ ഒരു കാര്യം അതിൽ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. പുള്ളി പർട്ടിക്കുലർ ചിലരെ മാത്രം ചൂസ് ചെയ്ത് സെലക്റ്റീവായിട്ട് എടുത്ത് പറഞ്ഞിട്ട് മൊത്തത്തിൽ ആ ക്രെഡിറ്റ് ക്രിസ്ത്യാനിറ്റിയുടെ മൊത്തം തലയിലിടും. ക്രിസ്ത്യാനിറ്റിയുടെ തലയിൽ ഇട്ട് കഴിയുമ്പോഴത്തേന് അറ്റത്ത് നിൽക്കുന്ന ഈ ഒരു പെന്തക്കോസ്റ്റിലേക്ക് വലിച്ച ആ സാധനം കൊണ്ടുവരും. അല്ലാത്ത സമയത്തെല്ലാം ഈ പെന്തക്കോസ്റ്റിൽ പുള്ളി മാത്രമല്ല എല്ലാ പാസ്റ്റർമാരും ചെയ്യുന്ന പരിപാടിയാണ്. ഇവർ സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. ആ വീഡിയോയിൽ ഞാൻ പറയുന്നു, ഇപ്പോഴും എടുത്തു പറയുന്നു, പെന്തക്കോസ്റ്റുകാർ സമൂഹത്തിനായിട്ടോ ദളിത് സൊസൈറ്റിക്കായിട്ടോ ഒരു നന്മയും ചെയ്തിട്ടില്ല. ഇതേപോലെ മറ്റാരെങ്കിലും ചെയ്ത കാര്യങ്ങളെ എടുത്തു പറഞ്ഞ് ഞെളിയാനല്ലാതെ ഇവർക്ക് ഒരു അവകാശവും ആ കാര്യങ്ങളിലില്ല. എന്തായാലും ഇതിൻ്റെ ലാസ്റ്റിലേക്ക് ചെല്ലുമ്പോഴത്തേനും അതിന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടൊരു ഉത്തരം ഞാൻ തരുന്നുണ്ട്. മറ്റൊന്ന് ഒരു പറയുന്നത് പെന്തക്കോസ്ത് സഭകളുടെ മാത്രം ചില ഒറ്റപ്പെട്ട പേരല്ല, ഇതിന്റെ ലീഡേഴ്സിന്റെ പേരാണ് ഈ പറയുന്നത്. ഒറ്റപ്പെട്ടവർ എല്ലാവരും ഒറ്റപ്പെട്ടവരാ സമൂഹത്തിൽ. ഇപ്പോൾ പെന്തക്കോസ്ത് സഭയുടെ ലീഡേഴ്സ്
വന്നത് വ്യക്തമായ ഇത്തരം ചില പശ്ചാത്തലങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഷാരോൺ ഫെലോഷിപ്പിന്റെ നേതാവ് ജോൺ അയ്യാറുള്ള, അപ്പോൾ അത് അവിടെ എന്താ പരാമർശിക്കേണ്ടി വെച്ചാൽ ഇവിടെ പാൽപ്പൊടി കൊടുത്ത് മാറ്റി എന്ന് പറയുന്നതാണ്. ഈ ജോൺ അയ്യാറുള്ള എന്ന് പറയുന്ന ആൾ കോടികളുടെ ആസ്തിയുള്ള ഒരു നായർ കമ്മ്യൂണിറ്റിപ്പെട്ടാണ്. അയ്യാപിള്ളയാണ്. ഈ അയ്യാപിള്ളയുടെ മക്കൾ രണ്ടുപേരും ഹൈ എഡ്യൂക്കേറ്റഡാണ്, കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ വന്ന ആളുകളാണ്. അപ്പോൾ ഇവർ പാൽപ്പൊടി വെച്ചല്ല എന്ന് പറയാൻ വേണ്ടി വരുമ്പോൾ ഈ കാര്യം പറയേണ്ടി വരും. പ്രസംഗത്തിന്റെ ലക്ഷ്യമായി അവിടെ ഇവർ മറ്റാരും സാധിക്കെതിരെ ഒന്നും നിലപാടെടുത്തൊന്നുമില്ല. ഇനി രാജാറാം മോഹൻ റോയേക്കാൾ നിലപാടെടുത്തത് വില്ലഗിരി തന്നെ. അതിന്റെ ആര്യ സമാജം തുടങ്ങിയ വർഷവും വില്ലഗിരിയുടെ മൂവ്മെന്റും അത് നിരോധിച്ച വർഷമൊക്കെ പഠിക്കണം. അത് പഠിച്ചാൽ മനസ്സിലാവുള്ളൂ. പണ്ഡിത രമാബായി ഇവരുടെയൊക്കെ മൂവ്മെന്റുകൾ ഇന്ത്യയിൽ വരുത്തിയതുപോലൊന്നും നവോത്ഥാനം കൊണ്ടുണ്ടായിട്ടില്ല. നവോത്ഥാനത്തെക്കാൾ വലുത് തീർച്ചയായിട്ടും മിഷണറി മൂവ്മെന്റുകളുടെ ഇടപെടൽ തന്നെയാണ്. നവോത്ഥാനത്തെ ചെറുതായി കാണുന്നില്ല. നവോത്ഥാനത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത് മിഷണറി വിദ്യാഭ്യാസം. ഇതാണ് സ്ഥാപിക്കുന്നത്. എന്റെ ജോലി അതാണ്. കാരണം നവോത്ഥാനത്തെ കുറിച്ച് പറയാൻ ഇഷ്ടംപോലെ ആളുണ്ട്, ഞാനും പറയാറുണ്ട്, ആവശ്യമായ സ്റ്റേജിൽ ഞാനും പറയാറുണ്ട്. പക്ഷേ എന്റെ സമൂഹം വിളിക്കുന്നത് മിഷണറി പരിവർത്തനങ്ങളാണ് ഉണ്ടായ മാറ്റം. ഇതിനുള്ള മറുപടി പറയുന്നിടത്ത് ഇത്തരം ആളുകൾക്ക് റോളില്ല, കാര്യമായ റോളില്ല. എങ്കിൽ അവരെ ഞാൻ പരാമർശിക്കും. മിഷണറിമാരും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മൊത്തത്തിലും ഇന്ത്യയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആർക്കും ഇവിടെ ഒരു അവകാശവാദമില്ല. നമ്മളുടെ ചോദ്യം എന്നുള്ളത് വളരെ പ്രസക്തമാണ്, വളരെ ക്ലിയറാണ്, പ്രിസൈസാണ്. സേതു തന്നെ പലവട്ടം ചോദിച്ചു, പുള്ളിക്ക് അതിന് ഉത്തരം തരാൻ കഴിയുന്നില്ല. പെന്തക്കോസ്തിൻ്റെ സംഭാവന എന്ത് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. പെന്തക്കോസ്തിൻ്റെ സംഭാവന എന്തെന്ന് ചോദിക്കുമ്പോഴത്തേന് സാൽവേഷൻ ആർമി, WME, ദളിത് വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ സംഘടനകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് പെന്തക്കോസ്തിൻ്റെ തലയിൽ ഇട്ടുകൊടുക്കുന്ന ഉടായ്പ് പരിപാടി ഇവിടെ നടക്കത്തില്ല. എടുത്തു പറയുക, പെന്തക്കോസ്ത് എന്ത് ചെയ്തു? അത് ചോദിക്കുമ്പോൾ ആകെ ഇവർക്ക് പറയാനുള്ള ഒരു ന്യായം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 10 പ്രാസംഗികരെ ഉയർത്തിക്കൊണ്ട് വന്നില്ല. പ്രാസംഗികരെ കൊണ്ട് ദളിത് സമൂഹത്തിന് എന്ത് നേട്ടം? ആ പ്രാസംഗികർക്കും സഭയ്ക്കുമല്ലാതെ ആ ഒരു സമൂഹത്തിന് എന്ത് നേട്ടം? നേരത്തെ ഇതിൽ പറഞ്ഞുകൊണ്ട് തന്നെ പുള്ളിക്ക് തന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് കിട്ടുന്നില്ല. എന്തുകൊണ്ട്? ഇതെല്ലാം ഒബ്വിയസ്ലി ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു സമൂഹത്തിൽ നിന്ന് വന്നവർ ഒരു പ്രീസ്റ്റ്ഹുഡിലേക്ക് കയറിയത് കൊണ്ടും ആ ഒരു സമൂഹത്തിന് പ്രത്യേകിച്ച് യാതൊരു ഉന്നമനവും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ്. പൊതുവായിട്ടുള്ള അറിവിന് വേണ്ടി, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് വിഭാഗത്തിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി കൂടി ഞാൻ ചോദിക്കുകയാണ്, ബൈബിൾ എത്രത്തോളം നമ്മളെ ഇതിനായി പ്രാപ്തമാക്കുന്നത്? ബൈബിളിലെ വചനങ്ങൾ നമ്മൾ എത്രത്തോളം ഇൻസ്പയർ ചെയ്യുന്നുണ്ട്? അതിൽ 2-3 കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാം. ബൈബിളിൽ നിന്ന് അത് തന്നെ പറയാം. ഇപ്പോൾ ഇതിനെതിരെ ഒരുത്തൻ മറുപടി പറയാൻ പോകുന്നത് പഴയ നിയമത്തിലെ സംഭവം തുടങ്ങി ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ പഴയ നിയമത്തിലെ സംഭവത്തെക്കുറിച്ച് നമ്മൾ വസ്തുതാപരമായിട്ട് പറയാൻ ഇതിൽ പറയുന്നത് നവ യുക്തിവാദി പറയുന്നത് ഞാൻ ബൈബിളിനെ തള്ളി, മലയാള ഭാഷയാണ്. ബൈബിളിനെ തള്ളുകയല്ല, ചില ഇൻസിഡന്റുകളുള്ള സമീപനം. മുമ്പ് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിലെ ഒരു സംഭവം നടക്കും, അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി അപകരിച്ച വിഷയം പറയുമ്പോഴേക്ക് ഇവിടെ നമ്മൾ ഉണ്ണികൃഷ്ണനെ തള്ളി എന്ന് പറഞ്ഞാൽ തള്ളുകയാണ്. ഇതിനുള്ള എൻ്റെ സമീപനം എന്താണ്? ഇതാണ് വിഷയം. അപ്പോൾ പഴയ നിയമത്തിൽ യുദ്ധങ്ങളുണ്ട്, പഴയ നിയമത്തിൽ വിവേചനങ്ങളുണ്ട്, പഴയ നിയമത്തിൽ കനാന്യരെ ആക്രമിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം ഒരു തിസീസാണ്. ഈ തിസീസിന് ആന്റി തിസീസ് കൊണ്ടുവന്ന ആളാണ് യേശുക്രിസ്തു. അവിടെ അത് പറയാൻ കാണാറില്ല, ഒരു റിഫോമറായിരുന്നു ശരിക്കും. അതിന് ഇതെല്ലാം കണ്ടെച്ച് ഇതെല്ലാം പറയുന്നത് എന്നത്തോട് പറയാണ് ഞാനോ നിങ്ങളോട് പറയുന്നു. അവിടെ നിന്നാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ തുടക്കം കണ്ടതാണ്. അല്ലാതെ അവിടെ ആദം ജനിച്ചതോ അവ ജനിച്ചതോ പഴം തിന്നോ അല്ല ക്രിസ്തുവിൽ നിന്ന് പുറകിലേക്ക്. അതായത് ഇത് അല്ല എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ പഴയത് തള്ളി നായിരിക്കും അവനെ എടുത്ത് പറയാം. അവർക്കറിയില്ല, ലോജിക്കലി സംസാരിക്കാൻ അറിയില്ല, ഫിലോസഫി ഒട്ടും അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ വിഷയം അബ്രഹാം യാഗം നടത്തിയതോ റാഞ്ചം പക്ഷി പറന്നു പോയതോ ഒന്നുമല്ല. ഹൂ ഇസ് ക്രൈസ്റ്റ്? അപ്പോൾ ക്രിസ്തു ആരാണ് എന്നതിലൂടെ നിന്നാണ് ഞാൻ ഓൾഡ് ടെസ്റ്റമെന്റിനെ കാണുന്നത്. ആ കണ്ണാടിയിലൂടെ ഞാൻ മുന്നോട്ട് നോക്കുകയാണ് ഓൾഡ് ടെസ്റ്റമെന്റിനെ. എനിക്ക് ഞാനിവിടെ സ്ലീപ് സോണിലാണ് അർത്ഥത്തിൽ. നല്ല കോമഡിയാണ് ഈ പറയുന്നത്. ഇതൊരു സെലക്റ്റീവ് തള്ളക്കാരാണ് ഇവർ. പഴയ നിയമത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേന് ഇവർക്ക് പണി കിട്ടും എന്നുള്ള സാധനമൊക്കെ തെള്ളും, വേണം എന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ എടുക്കും. ഈ സൺഡേ സ്കൂളിലൊക്കെ ചെന്നാൽ മുഴുവൻ പഠിപ്പിക്കുന്നത് പഴയ നിയമം തന്നെയാണ്. വരട്ടാനായിട്ട് ഈ പാസ്റ്റർമാർ പ്രസംഗിക്കുന്നത് മുഴുവൻ പഴയ നിയമത്തിൽ നിന്നാണ്. ഇതെല്ലാം പുറത്ത് ഒരു പ്രശ്നം വരുമ്പോൾ, ആരോപണം വരുമ്പോഴത്തേന് ഇവർ സെലക്റ്റീവായി കുറച്ച് കാര്യങ്ങളൊക്കെ തെളിവ്, അതൊന്നും ഞങ്ങൾ എടുക്കത്തില്ലെന്ന് പറയും. വേറെ പുള്ളിയുടെ ഒരു ഉടായ്പ് പരിപാടിയാണ് ഈ കുറച്ച് ടേംസുകൾ എറിഞ്ഞ് കളിക്കുക എന്നുള്ളത്. ഇവിടെ തീസിസ്, ആൻറ്റി തീസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീസിസ് എന്ന് പറയുന്നത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റും ന്യൂ ടെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആൻറ്റി തീസിസ് ക്രിസ്തു കൊണ്ടുവന്നതുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തീസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻറ്റോ ആർഗ്യുമെൻറ്റോ ശരി എന്ന തലത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അതിന് ആൻറ്റി തീസിസ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതിനെ ക്യാൻസൽ ചെയ്യണം. യേശുക്രിസ്തു എവിടെയെങ്കിലും പഴയ നിയമത്തെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ? യഹോവ പറഞ്ഞ എന്തിനെങ്കിലും പുള്ളി നിരാകരിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ തെള്ളുന്നു എന്ന് പറയുന്നത്? പുള്ളി ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് തെള്ളുന്നതല്ലാതെ യഥാർത്ഥ ജീവിതത്തിൽ പെന്തക്കോസ്തുകാർ ഈ ഒരു പഴയ നിയമത്തെ തെള്ളുന്നതുമില്ല, ഒന്നുമില്ല. ഇവരുടെ വെറും ഡയലോഗടി മാത്രമാണ്. കാരണം എൻ്റെ ക്രിസ്തുവോ അതിൻ്റെ തത്വങ്ങളോ പൗലോസോ ഒന്നും ഇത്തരത്തിൽ ഇവരെ പിടിയിൽ അമരാത്ത ആദർശ ധീരതയുടെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് മടങ്ങാണ് ചെയ്യേണ്ടത്. ബൈബിൾ ക്രിസ്തുവിലേക്ക് മടങ്ങുക, അതാണ് ഒരേ ഒരു വഴി. കാരണം അവിടെ വിഭവം ചെയ്യേണ്ട പ്രത്യേകിച്ചൊന്നും ആ വഴി തന്നെ എടുത്ത് പ്രയോഗിച്ചാൽ മതി. ആയുധം ക്രിസ്തു. അതിലെ ഈ 1-ാം നൂറ്റാണ്ടിൽ റോമക്കാർ ഏറ്റവും അധികം ക്രിസ്ത്യാനിറ്റി എതിർത്തുകൊണ്ട് അടിമകളാണെന്ന് വിശ്വാസത്തിൽ. അടിമ സമൂഹത്തിൽ നിന്ന് വൻതോതിൽ ആളുകൾ വരുമ്പോൾ ആ അടിമയുടെ വിമോചനത്തെക്കുറിച്ച് മാത്രം പറയുന്ന പുസ്തകമാണ് ഫിലോമോന്റെ ലേഖനം. അപ്പോൾ ഇത്തരത്തിലുള്ള മൂവ്മെന്റുകളെ അന്നത്തെ റോമ ഗവൺമെന്റ് ഒരു ഭയന്നു, എന്നിട്ട് ദാരുണമായി കൊല്ലുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രത്യയശാസ്ത്രം എൻ്റെ ഇരിക്കെ ചെയ്ത് ഞാൻ കേരളത്തിന്റെ മധുരാങ്കൂറിലെ വിരലിലെണ്ണാവുന്ന ആഗോളതലത്തിലെടുത്താൽ വിരലിലെണ്ണാവുന്ന കുറേ പേർ ജാതീയ വിവേചനം കാട്ടുന്നു എന്ന കാരണത്താൽ തള്ളിക്കളയാവുന്നതല്ല. കാരണം ആഗോള ക്രിസ്ത്യാനിത്വത്തിന്റെ വിശാലമായ ക്യാൻവാസിലെ ഒരു ചെറിയ പൊട്ടു മാത്രമാണ് വിവേചനം ഉണ്ടാക്കുന്ന ഏതാനും ചിലർ. വരും കാലഘട്ടത്തിൽ അതിനെയും അതിജീവിച്ചു പോകാൻ പാകത്തിന് ക്രിസ്ത്യാനിറ്റിക്ക് ആർജ്ജമുണ്ട്, അത് തെളിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേന് ഉടനെ എന്തിനാണ് ഈ ആഗോളതലം എന്നൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല. നോർമലൈസ് ചെയ്യണം, അത് തന്നെയാണ് പ്രശ്നം. പുള്ളിക്ക് നോർമലൈസ് ചെയ്യണം. പുള്ളി സംസാരിക്കുന്നത് മലയാളത്തിലാണ്, പുള്ളിയുടെ ഓഡിയൻസ് മലയാളത്തിലാണ്, പുള്ളി പ്രതിനിധീകരിക്കുന്ന സഭ നിലനിൽക്കുന്നത് കേരളത്തിലാണ്, ഇന്ത്യയിലാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഒരു ആഗോള ക്രിസ്ത്യാനിത്വത്തിനെയൊക്കെ ഇതിലേക്ക് വലിച്ചുകൊണ്ട് വരുന്നതെന്ന് സാധാരണ ബുദ്ധിയുള്ള ആർക്കും ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. ഉരുളൽ അത് തന്നെ പറഞ്ഞാൽ മതി. ഞാൻ ടൈം കിട്ടുന്നതനുസരിച്ചാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ സ്ഥലങ്ങൾ മാറി മാറി വരുന്നത്. ലാസ്റ്റ് അവിടെ തന്നെ ഇരുന്നിട്ട് അത് തീർക്കാം എന്നാണ് വിചാരിച്ചത്, പക്ഷേ അന്നേരത്തേന് മഴ തുടങ്ങി. എനിവേ, ഇപ്പം നമ്മൾ കണ്ടത് പുള്ളി ഇരുന്ന് മെഴുകുന്നതാണ്.
മറ്റൊരു കാര്യം, ഈ ദളിത് സമൂഹത്തെ നമ്മളിപ്പോൾ കുറെ നേരമായി അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പെന്തക്കോസ്റ്റലിസത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ അവരുടെ ഒരു മാറ്റം ഭയങ്കരമാണ് അല്ലേ? അതായത് ഹിന്ദുയിസത്തിൽ നിന്നപ്പോൾ അവർ അനുഭവിച്ച അവഗണനയിൽ നിന്ന് മറിച്ച് പെന്തക്കോസ്റ്റലിലെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സാമൂഹ്യപരമായ ഒരു ഉയർച്ചയുണ്ട്, ഒരു റെക്കഗ്നേഷൻ ഉണ്ട് അവർക്ക് ഇവരിലേക്ക് വരുമ്പോൾ. പക്ഷേ പലപ്പോഴും ഈ ഒരു മാറ്റത്തെ കാണാതെ പെന്തക്കോസ്റ്റലിസത്തിൽ തന്നെയുള്ള വിശ്വാസികൾക്കിടയിൽ നിന്ന് തന്നെയുള്ള ചില വിമർശനങ്ങൾ ഉയർന്നു വരുന്നതായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ ജാതീയതയെ സംബന്ധിച്ച ചില കാര്യങ്ങൾ ഉയർന്നു വരുന്നതായിട്ട് കാണുന്നത്. എന്നിട്ട് അവർ പറയുന്നത് ഇതിനേക്കാളും ഭേദം തിരിച്ചു പോകുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ വന്നിടത്തു തന്നെ പോകുന്നതാണ്, കാരണം ഇവിടെ വന്നാൽ ഇവിടെ ഇതേ അവസ്ഥ തന്നെയാണ് തുടരുന്നതെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകുന്നത് തന്നെയല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നതോട് ഒരു മറുപടി എന്നാണ്. വളരെ തെറ്റായ മറുപടി. കാരണം തിരിച്ച് എവിടേക്കാണ് പോകുന്നത്? അവിടെ എനിക്ക് ഒരു മനുഷ്യൻ നിലയിൽ എനിക്ക് സർവേ ചെയ്തേ പറ്റും. അതിന് അവിടെ നിന്ന് പോന്നു. അവിടെ നിന്ന് എന്തിനാ പോകുന്നത്? ആരാണ്ട് മോചനം പ്രതീക്ഷിക്കുന്നു വന്നല്ല. എങ്ങനെ ഇത് സ്വർഗ്ഗമാണെന്ന് കരുതി വന്നല്ല. ഈ ക്രിസ്ത്യൻ കൺവിഷനിലൂടെ വന്ന അല്ലേ? ആ കൺവിഷനെ നമ്മൾ കൺവേർഷൻ എന്ന് പേരിടാം. അപ്പോൾ ഒരു സ്പിരിച്വാലിറ്റിയാണ്. ആ സ്പിരിച്വാലിറ്റിയുടെ തുടർച്ചയിലൂടെ എൻ്റെ സാമൂഹിക ജീവിതത്തിലെ കാര്യം ജാതി പ്രശ്നങ്ങൾ അല്ലേ? ഇപ്പോൾ എനിക്ക് അത് എൻ്റെ ഞാൻ ചെല്ലുന്ന സമൂഹത്തിൽ നിന്ന് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവുക, അവഗണന ഉണ്ടാവുക. ഈ അവഗണനയ്ക്കെതിരെ തിരിച്ചു പോകുന്ന ഒരു വീഡിയോയുടെ ലക്ഷണമാണ്. അവിടെ നിന്ന് നോക്കട്ടെ, ഞങ്ങളൊക്കെ അങ്ങനെ ഇത് നിന്ന് നോക്കാം, ഇതിനെ ഇവിടെ നിന്ന് തന്നെ പോകാൻ നോക്കാം. ഹിന്ദുസിലും അങ്ങനെ ചെയ്യണമായിരുന്നു, ഹിന്ദുസിലും ചെയ്യായിരുന്നു. പക്ഷേ ആ ചെയ്യേണ്ട എന്താ? ആ കിതാബ് എടുത്ത് കളയണം. അവിടെ നിന്നുകൊണ്ട് ഒരു ഇൻഫർമേഷൻ സാധ്യമാണ്. സാധ്യമല്ല. അത് നിന്നുകൊണ്ട് പറ്റുന്ന രീതിയാണ് നാരായണ ഗുരു ചെയ്തത്. അല്ലെങ്കിൽ പലത് വേദങ്ങളെ നിരസ്കരിക്കണം. അത്ര ചിലത് ചാർവാരസത്തിലേക്കാണ്, നിരീക്ഷണത്തിലേക്ക്. കാരണം മറ്റ് പൂർവ്വമീമാംസ, മറ്റേ ന്യായമൈശേഷിയല്ല, മറ്റേ യോഗ, ഇങ്ങനെയൊക്കെ പറയും. യോഗ എന്ന് പറഞ്ഞാൽ ദർശനം, യോഗദർശനം, സാങ്കേ ദർശനം, ജൈമിനെ, ഇതൊക്കെ എടുത്തുകൊണ്ട് ആ വിധത്തിൽ നിൽക്കണം. അതിന് പറ്റത്തില്ല. അത് വളരെ തത്വചിന്താപരമാണ്. തത്വചിന്താപരമായി ഹിന്ദുവിസത്തെ പൊളിക്കാൻ പ്രയാസമാണ്. അവർക്ക് എന്നെ ബുദ്ധിമുട്ടില്ല. ഞാൻ അത് ഇറ്റ്സെൽഫ് ഈസ് ഹോപ്പ്ലെസ്. അതായത് അവിടെ എന്തോ ചെറിയ ഗുണം ഉണ്ടെന്ന് കാണാനല്ല, അവിടെ ഒരു ഗുണമില്ലെന്ന് കാണാൻ. ദളിതന് യാതൊരു വിധത്തിലുള്ള പരിഗണനയോ നായർക്കടക്കം ഒരു പ്രയോജനം ഇല്ലാത്ത സാധനമാണ് ഹിന്ദുയിസം. വളരാൻ സാധ്യമല്ല. ആധ്യാത്മികത എന്ന് പറയുന്നത് കാരണം നിങ്ങളെ വിവേചിക്കുന്ന ഒരു ദൈവം നിൽക്കുക. നിങ്ങളെ വിവേചിക്കുക പച്ചയ്ക്ക് 100 തെറി പറയുന്നത്, 100 തെറി 1000 പള്ളും പറയുന്നത് ദേവനോട് നിൽക്കുക. എന്തിനാ ഇയാളെ കാര്യം പിടിക്കാൻ പോകുന്നത്? ഇത് അർത്ഥവൻ പ്രസംഗിച്ചാൽ മതിയായിരുന്നു. ഇത് അർത്ഥവൻ എന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് വേണ്ടത്. പുള്ളിയുടെ വാദം എന്ന് പറയുന്നത് ആൾക്കാർ ഇതിലേക്ക് വരുന്നത് കൺവിക്ഷനിലൂടെയാണ്. എല്ലാവരും കൺവിക്ഷനിലൂടെ വരുന്നതാണ് പുള്ളി പറയുന്നത്. അത് ഒരു തെറ്റായ പ്രസ്താവന തന്നെയാണ്. പാൽപ്പൊടി കൊടുത്ത ആളുകളെ മയക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, തീർച്ചയായിട്ടും ഇതിലുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും ഒരു ശതമാനം ആൾക്കാർ അങ്ങനെയും വരുന്നുണ്ട്. ഞാൻ ആ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ എന്ന വീഡിയോയിൽ പറഞ്ഞ കൂട്ട് തന്നെ ഇവരെപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം അല്ലെങ്കിൽ മെൻ്റൽ പ്രോബ്ലം, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും ഇവർ പോയി സുവിശേഷം അറിയിക്കുന്നത്. അവർക്ക് പെട്ടെന്ന് ഇത് കേൾക്കുമ്പോഴത്തേന് കൺവിക്ഷൻ എന്നൊക്കെ ഇത് പറഞ്ഞാൽ തന്നെ ഹോപ്പ്ലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് ഈ ഒരു അന്ധവിശ്വാസം കൊണ്ടിട്ട് കൊടുക്കും. അവർ ഒരു നിക്കക്കള്ളി ഇല്ലാതെ നിൽക്കുമ്പോൾ അവസാനം ഇനി ഇതുകൂടെ പരീക്ഷിച്ചേക്കാം എന്നൊരു സാധനം വെച്ചിട്ടാണ് മെജോറിറ്റി ഓഫ് ആൾക്കാരും ഈ ഒരു സാധനത്തിലേക്ക് വരുന്നത്. അല്ലാതെ കൺവിക്ഷനിലൂടെ വരുന്നു എന്നൊക്കെ പറയുന്നത് തെള്ള് മാത്രമാണ്. അപ്പോൾ തന്നെയും അങ്ങനെ ആളുകൾ വരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമാണ്. ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ കണ്ട കുറേ വ്യക്തികളാണ്. അപ്പോൾ നിങ്ങൾ അതിന് പകരം ഇവിടെ രൂപപ്പെട്ടു വെച്ചാൽ അപ്പുറത്തുണ്ടാക്കി വെച്ച വേദ സംവിധാനങ്ങളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ മതി. സാൽവേഷനെ ശക്തിപ്പെടുത്തിയാൽ മതി. അത് സ്കൂളിലെ, അത് കോളേജിലെ, ആശുപത്രിയിലെ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, സ്വന്തം ഒരു മഹാപ്രസ്ഥാനങ്ങളിലെ സാൽവേഷാർമി, തൊഴിൽ സാധ്യതകളില്ലേ, അഭിവൃദ്ധിപ്പെടുന്ന സംവിധാനങ്ങളില്ലേ, ലൂതർ, അതുപോലെ ബൈബിൾ ഫെയ്ത്ത് മിഷൻ, അതിൽ സ്വന്തം കോളേജുണ്ട്. ഈ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തിയാൽ പോരെ. അപ്പം നിങ്ങൾക്ക് സർവേ ചെയ്യാൻ വഴിയായില്ലേ? ഇത് ഇതിനെ തിരിച്ചു പോകുന്നത് അങ്ങനെ തിരിച്ചു പോയിട്ട് അങ്ങോട്ടേക്ക് പോകാം. ചോദ്യം എന്തായിരുന്നു എന്ന് മറന്നു പോയവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. സേതു ചോദിച്ചിരിക്കുന്ന ചോദ്യം പെന്തക്കോസ്റ്റിലെ വിശ്വാസികൾ തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഞങ്ങളിവിടെ വന്നതിന് ശേഷവും ജാതീയതയുടെ കാര്യത്തിൽ യാതൊരുവിധ മാറ്റവുമില്ല, ഇതിലും ഭേദം ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നതായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് എന്താണ് മറുപടിയും ചോദിക്കുമ്പോഴത്തേന് പുള്ളി പറയുന്നത് എന്തിന് തിരിച്ചു പോകണം? ഇവിടെ സാൽവേഷൻ ആർമി ഇല്ലേ, ബൈബിൾ ഫെയ്ത്ത് മിഷൻ ഇല്ലേ, ലുഥേൻ ചർച്ചുകളില്ലേ? ഇതെങ്ങനെയാണ് പെന്തക്കോസ് ആകുന്നത്? അനിയത്തിയെ കാട്ടിയിട്ട് ചേട്ടത്തിയെ കെട്ടിക്കുക എന്നൊരു ചൊല്ലുണ്ട്. ആ ഒരു സാധനമാണ് പുള്ളി ഇവിടെ കാഴ്ചവെക്കുന്നത്. പെന്തക്കോസിനെ കുറിച്ച് പറയാനായിട്ട് എന്തെങ്കിലും വേണ്ടേ? ഒന്നുമില്ല. അതുകൊണ്ട് സാൽവേഷൻ ആർമിയുടെ സ്കൂളുകളും അവരുടെ ആശുപത്രികളും ചൂണ്ടിക്കാണിച്ചിട്ട് അത് ക്രിസ്ത്യൻ്റെ ക്രെഡിറ്റിലേക്ക് എടുക്കും, ക്രിസ്ത്യാനിറ്റിയുടെ ക്രെഡിറ്റിൽ എടുത്തിട്ട് അത് നേരെ പെന്തക്കോസിലേക്ക് എടുക്കും. അവസാന ഘട്ടത്തിലേക്ക് അടുക്കും തോറും എന്തുകൊണ്ട് ഞാൻ ആദ്യം അനിൽ കൊടിത്തോട്ടം സൂത്രശാലിയായ ഒരു കുറുക്കനാണ് എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പുള്ളിക്ക് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. കാരണം ഇതിൽ വരുന്നവരൊക്കെ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റിലേക്ക് വരുന്ന കുറയും. ഇതിപ്പോൾ പുള്ളി തന്നെത്താനെ പെന്തക്കോസ്തിൻ്റെ ശവക്കുഴി തോണ്ടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് ജാതീയതയില്ലാതെ ഉന്നമനത്തിൽ നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ സാൽവേഷൻ ആർമിയിൽ പോകണം, ബൈബിൾ ഫെയ്ത്ത് മിഷനിൽ പോകണം, ലുഥേൺ ചർച്ചുകളിലൊക്കെ പോകണമെന്നാണ് പറയുന്നത്. ഇതിലെവിടെയും പെന്തക്കോസ്തൽ ചർച്ചുകളില്ല. പുള്ളിയെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റും. ഈ കൂടുതൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടെ നിൽക്കുന്നു. മിഷണറി പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഉണ്ടായ സാമൂഹ്യപരവും മതപരവുമായ ഒരു മാറ്റത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കണം. മിഷണറി പ്രവർത്തനം ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം എങ്ങനെയാണ് ഈ ബൈബിൾ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് അഭിവൃദ്ധിപ്പെടുത്തിയത്? അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ദളിതരെ എത്രത്തോളം ഈ ഒരു വിദ്യാഭ്യാസ രീതി സഹായിച്ചു? അതിനെക്കുറിച്ച് കൂടി 2 വാക്ക്. ഈ സവർണ്ണ വിദ്യാഭ്യാസം കൊണ്ട് ഒരു ദളിതനും വളർന്ന ചരിത്രമില്ല. ഒന്നിൽ പറഞ്ഞാൽ മതി. ഇത് കെ.ആർ. നാരായണനെ സൃഷ്ടിച്ചത്, ഡോക്ടർ പൽപുവിനെ സൃഷ്ടിച്ചത്, ഡോക്ടർ ബി.ആർ. അംബേദ്കർ സൃഷ്ടിച്ചത്, ഈവൻ അയ്യങ്കാളിയെ സൃഷ്ടിച്ചത്, ശ്രീ നാരായണനെ സൃഷ്ടിച്ചത് ക്രിസ്ത്യൻ മൂല്യങ്ങളാണ്. അത് കൃത്യം പലതാണ് സാക്ഷാത്കാരം. എനിക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന് പറയുന്നത് ഇത്രയും വലിയ അടിയുണ്ടോ? സനാതന ധർമ്മത്തിന്റെ ഉച്ചയ്ക്ക് കൂടത്തിനടിക്കാൻ ഗുരു ചെയ്തത് അല്ലേ? അങ്ങനെ വേറെ ആരും പറഞ്ഞിട്ടില്ല. അംബേദ്കർ ഒരു ഭാഷ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് സന്യാസം തന്നത് അന്തത്തോടെ വിളിച്ചു പറയാം. കാരണം നിങ്ങളാണെങ്കിൽ എനിക്ക് ധൈര്യം അർത്ഥം. കാരണം അവർണനാണ്. ഇതേ അവസ്ഥയിലാണ് സഹോദരൻ അയ്യപ്പൻ വിളിക്കുന്നത്. ജയ് ശ്രീറാം വിളിക്കേണ്ടത് ജയ് രാവണ വിളിക്കുന്നത്. മദൻ മോഹൻ മാളവിയുടെ മുമ്പിലാണ്. അപ്പോൾ ഇങ്ങനെ വിളിച്ചിട്ട് പറയാണ് ജോർജിന്റെ രാജ്യം പോയിട്ട്, ജോർജ് പഞ്ചവന്റെ രാജ്യം ബ്രിട്ടൻ പോയിട്ട് രാമന്റെ രാജ്യം വന്നാൽ ഞങ്ങളുടെയൊക്കെ കാതിൽ ഈ ഒഴിക്കൊഴിക്കും നിങ്ങൾ എന്ന് മാളവിയുടെ മുഖത്ത് നോക്കിയാണ് പറയുന്നത്.
അപ്പോൾ ഇങ്ങനെയുള്ള വിപ്ലവങ്ങൾ ഇവിടെ നടന്നു. അപ്പോൾ ഈ വിപ്ലവത്തിന്റെ മുഴുവൻ പ്രചോദനം വായനയാണ്, പഠനമാണ്, കലാലയങ്ങളാണ്. ആ കലാലയങ്ങൾ സകല മനുഷ്യരെയും മുമ്പിലേക്ക് തുറന്നിട്ടുകൊണ്ട് ജ്യോതി ബാഹുലി അവിടെ അങ്ങ് പൂനെയിൽ സ്കൂൾ ആരംഭിച്ചത്. അത് സ്കോട്ടിഷ് സ്കൂളിൽ പഠിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിന് സാധിച്ചത്. മറ്റേ പൽപ്പൂന് തന്നെയാണ് സാധിച്ചത്. ആ പൽപ്പൂനെ അവഹേളിക്കുകയാണ് ഇവിടുത്തെ രാജാവ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ മൊത്തം എടുത്താൽ മിഷണറിമാരുടെ കോൺട്രിബ്യൂഷൻ കൊണ്ട് മാത്രമാണ് ഇന്ത്യ ഇന്ന് ഐക്യ നാളിൽ രൂപപ്പെട്ടത്. അത് തന്നെയായിരുന്നു ശരി. മിഷണറിമാരുടെ സംഭാവനകളെ യാതൊരു തരത്തിലും നമുക്ക് മാറ്റി നിർത്തുവാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്, അതിനെ മൂടിക്കെട്ടി വെക്കാൻ പറ്റത്തില്ല. ഫാക്ട് ഈസ് ഫാക്ട്. എനിവേ, ഇവിടുത്തെ ഒരു ചോദ്യം മിഷണറിമാർ എന്ത് ചെയ്തു അല്ലെങ്കിൽ അവരുടെ ഒരു കോൺട്രിബ്യൂഷനെ കൊണ്ടായതുകൊണ്ട് അതിൽ കൂടുതലൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന്റെ ഒരു ബാക്കി പത്രം തന്നെയാണ് തിരിച്ച് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള പെന്തക്കോസ്റ്റൽസ് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നല്ല, ഇങ്ങനെ അങ്ങോട്ട് ചോദിക്കുക ചെയ്തു. ഇപ്പം അറിയാലോ നമുക്ക് ക്രെഡിറ്റ് അടിച്ചു മാറ്റാനുള്ള യോഗ്യതയുണ്ടോ, അവരുടെ എന്തെങ്കിലും നേട്ടം നമുക്ക് ചൂണ്ടിപ്പറഞ്ഞ് അഭിമാനിക്കാനുള്ള ഒരു വകുപ്പുണ്ടോ എന്ന് ഇപ്പം നമ്മുടെ പാസ്റ്റർ പറഞ്ഞു തരുന്നതായിരിക്കും. പെന്തക്കോസ്റ്റലിസം അതിന്റെ വേറൊരു ധാരയാണ്. മിഷണറിമാരോടല്ല ഇതിന്റെ വരവ്. ഏത് മിഷണറിമാർ? ആംഗ്ലിക്കൻ മിഷണറിമാരോടല്ല. ഇതൊരു അമേരിക്കൻ ട്രഡീഷനാണ്. അമേരിക്കൻ ട്രഡീഷൻ ഇന്ത്യൻ ഒറിജിനും. പെന്തക്കോസ്തുകാരൻ ഈ മിഷണറിമാരുടെ പണിയുടെ ക്രെഡിറ്റ് നാണമില്ലാതെ പറഞ്ഞ് അടിച്ചു മാറ്റി കണ്ട കൊച്ചിൻ്റെ തന്തയാകാൻ നിൽക്കുന്ന പരിപാടി നിർത്തും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. വാസ്തവത്തിൽ ഈ പെന്തക്കോസ്റ്റലിസത്തെ ശരിക്കും വിലയിരുത്തേണ്ടതുണ്ട്. പലതരം ധാരകൾ, പലതരം കൈവഴികളിലൂടെയാണ് അതിൻ്റെ ഒരു ഫോർമേഷൻ. അതായത് ബ്രദറൻ സഭയ്ക്കുള്ളിൽ നിന്ന് ഉണ്ടായ റിഫോർമേഷൻ ഒരു വശത്ത്. ഇപ്പുറത്ത് അമേരിക്കയിൽ രൂപപ്പെട്ട ചാൾസ് പെർഹാമിൻ്റെയും അത് അസംബ്ലീസ് കൊടുത്തത് ചർച്ചംബർ എന്ന് പറയുന്ന വില്യഞ്ച് സെയ്മൂറിൻ്റെയും ഒരു ധാര അങ്ങനെ വരുന്നുണ്ട്. മെരി ചാപ്മാൻ എന്ന് പറയുന്ന ലേഡി വന്ന് അസംബ്ലീസോട് തുടങ്ങും. അതിൽ കുറേ പാശ്ചാത്യ സ്വഭാവമുണ്ട്, കുറേ ഈ കേരളീയ സ്വഭാവമുണ്ട്, ഇന്ത്യൻ സ്വഭാവമുണ്ട്. അങ്ങനെ പല ധാരകളുടെ ഒരു മിശ്രണമാണ്. ഇനിയും മൊത്തത്തിലെടുത്താൽ ഈ കമ്മ്യൂണിറ്റിക്കുള്ള ഒരു സവിശേഷത ഈ സർക്കാരിന് മുമ്പിൽ അവകാശവാദങ്ങളില്ലാതെ മാറി നിൽക്കുന്നുള്ളതാണ്. സർക്കാർ അതൊരു തലവേദനയല്ല. പുകവലി, മദ്യപാനം തുടങ്ങിയ സാമൂഹിക തിന്മകളോട് ഏറ്റവും പ്രായോഗികമായി സമരം ചെയ്ത് രൂപപ്പെട്ടു വന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തു. ഇനി ആർഎസിന്റെ 100 കൊല്ലം കഴിഞ്ഞു. പെന്തക്കോസ്ത് സഭകൾക്കാണ് 125 വർഷം, 100 കൊല്ലം വിട്ടിട്ടുണ്ട്. അപ്പോൾ ആർഎസിന് ഇത്രയും ശാഖ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ആർഎസിന്റെ ആയുധമുണ്ട്, ആർഎസിന്റെ രാഷ്ട്രീയമുണ്ട്, ആർഎസിന്റെ കയ്യിൽ ഫാസിസമുണ്ട്, ആർഎസിന്റെ കയ്യിൽ ഇപ്പോൾ ഭരണകൂടം കമ്പ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ശക്തി ഉണ്ടായിട്ട് ഇത്രയും വളർന്നു. മനസ്സിലായി? ഇതൊന്നും ഇല്ലാത്ത പെന്തക്കോസ്ത് എത്ര വളർന്നു? എത്ര ലക്ഷങ്ങൾ അതിന്റെ പിന്നിലുണ്ട്? ഈ ഞെരുക്കത്തിൽ ആരും കാണാതെ, ഇതൊന്നും ഒരു ബന്ധത ഇല്ലാതെ അതിനേക്കാൾ ശക്തിക്ക് വളർന്നിട്ടുണ്ട്. ശരിയല്ലേ? ആശയം കൊണ്ട് മാത്രം വളർന്നിട്ടുണ്ട്. ആശയം കൊണ്ട് മാത്രം അത് വളർന്നിട്ടുണ്ട്. ഈ പുള്ളിയുടെ എല്ലാ സ്റ്റേജുകളിലും നമുക്ക് കേൾക്കാൻ പറ്റുന്നൊരു കാര്യമാണ് 120+ വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ പെന്തക്കോസ്റ്റ്. എനിക്ക് അവിടെ ചോദിക്കാനുള്ളൊരു ചോദ്യം, പുള്ളി ആദ്യം പറഞ്ഞു വെക്കുന്നുണ്ട് ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ സൊല്യൂഷനായി. ഈ 120 വർഷമായിട്ടും എന്തുകൊണ്ട് ജാതീയതയെ ഉന്മൂലനം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? പിന്നെ ഈ 120 വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒപ്പിച്ചെടുത്ത കഥ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്രത്തോളം ആളുകൾ വന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നത് പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ്സ് എവിടെയെല്ലാം വളർന്നിട്ടുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അവിടെയെല്ലാം പട്ടിണി, പരിവട്ടം, ദാരിദ്ര്യം, അസമത്വം ഈ രീതിയിലുള്ള കാര്യങ്ങളുള്ളിടത്തായിരിക്കും. ഇവർക്ക് ഈ ഒരു ഹോപ്പും ഇല്ലാതിരിക്കുന്നിടത്ത് ഹോപ്പ് കൊടുക്കുക എന്നൊരു സാധനം മാത്രമേ പെന്തക്കോസ്റ്റൽ മൂവ്മെന്റിന് സാധിക്കത്തുള്ളൂ. ഹോപ്പ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അവരെ ആരെയും എംപവർ ചെയ്യുക എന്നൊരു പരിപാടി ഈ സാധനത്തിനില്ല. കാലം നീട്ടി മേളിലോട്ട് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എല്ലാ സാധനവും നടന്നോളും എന്നൊരു സാധനം അല്ലാതെ വേറൊരു രീതിയിലും ഈ സാധനം ഒരു നന്മയും സമൂഹത്തിനായിട്ട് ചെയ്യുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവർക്ക് സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ലാത്തത്. ഒരു സ്കൂളോ ഹോസ്പിറ്റലോ ആതുരാലയങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന. നാളെ വരുന്ന കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ വേണ്ടി ഇരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് ഈ ലോകത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് കിട്ടാനാ? അതാണ് ബേസിക്കലി ഇവരുടെ ഒരു മൈൻഡ് സെറ്റ്. അതുകൊണ്ട് ജന്മം ചെയ്ത ഇവർ ഈ സാധനങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഈ വളർന്ന കണക്ക് പറയുമ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ തളരുന്നു എന്ന കണക്കൂടെ പറയണം. അത് പറയുമ്പോഴത്തേക്കും ഉടനെ എല്ലാവരും മൈഗ്രേറ്റ് ചെയ്ത് കണ്ടടത്ത് പോകുന്നു എന്ന് പറഞ്ഞ് ആശ്വസിക്കാതെ എത്ര പുതിയ ആത്മാക്കൾ നിങ്ങളുടെ സഭയിലേക്ക് വരുന്നു എന്ന കണക്കൊന്നും എടുത്താൽ വർഷാവർഷം പുതിയ വിശ്വാസികൾ വരുന്ന ഒരു കണക്കെടുത്തിട്ട് അത് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. മേളിൽ നിന്ന് ഒരു പ്ലെയിനിൻ്റെ എൻജിൻ ഫെയിലിയറായിട്ട് താഴേക്ക് ഇങ്ങനെ കൂപ്പ് കുത്തത്തില്ലേ, അതേപോലെ ഒരു ചാർട്ടായിരിക്കും നമുക്ക് പെന്തക്കോസ്തിൻ്റെ പുതിയ വിശ്വാസികളുടെ വർഷാവർഷ കണക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പാരമ്പര്യം പറഞ്ഞിരിക്കാതെ ഇപ്പോൾ എന്തുണ്ട് എന്നോടൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഈ പറയുന്ന പോലെ ജാതീയതയുടെ എതിരായിട്ടുള്ള ഒരു സമരവും കൂടെ തുടങ്ങുകയാണെങ്കിൽ, അതായത് പെന്തക്കോസ്റ്റലിസത്തിൽ തന്നെ അത്ര ഒരു സമരം കൂടെ തുടങ്ങുകയാണെങ്കിൽ, ആശയപരമായ സമരം കൂടെ തുടങ്ങുകയാണെങ്കിൽ ഇനിയും ഏറെ വളരുവാനും മുന്നോട്ട് പോകാനും സാധ്യതയുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് പെന്തക്കോസ്റ്റലിസം. എനിക്ക് തോന്നുന്ന സേതു തൊട്ടിരുന്നിട്ട് പുള്ളിയെ ട്രോള് വന്നത് പെന്തക്കോസ്തിനകത്ത് ജാതീയതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് സമരം ചെയ്യണമെന്ന്. എന്തായാലും നമുക്ക് ബാക്കി കാണാം. തീർച്ചയായിട്ടും പെന്തക്കോസ്ത് സഭകൾ ജാതീയതയ്ക്കെതിരെ സമരമല്ല, പക്ഷേ സ്ഥാപിക്കലാണ്. ഇവിടെ സമരത്തിന് വലിയ പ്രസക്തിയില്ല. കാരണം ഇപ്പം പറയുന്ന ചില ആശയം കാനം സെന്റർ, പൊൻകുന്നം സെന്റർ, വൈക്കം സെന്റർ, ഇങ്ങനെയുള്ള ദളിത് സമൂഹങ്ങൾ കൂടുതലുള്ള ഈ സെന്ററുകൾ ഉണ്ടാക്കി കൊടുക്കാമോ എന്നാണ് ചോദ്യം. എന്തിനാ ഉണ്ടാക്കാൻ പോകുന്നത്? എന്തിനാ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് പുള്ളിക്ക് അറിയത്തില്ലെങ്കിൽ പറഞ്ഞുതരാം. 1972 ചർച്ച് ഓഫ് ഗോഡ് രണ്ടായിട്ട് സ്പ്ലിറ്റായി. അത് മറ്റൊന്നിൻ്റെയും പേരിലല്ല, കാസ്റ്റിൻ്റെ പേരിൽ. അതിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്ന ഒരു സാധനം തന്നെയാണ്. അതിനുശേഷം ഇന്നും ആളുകൾക്ക് കാസ്റ്റിൻ്റെ പേരിൽ റീജിയൻ തിരിച്ച് തരാമോ എന്നൊരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ എക്സ്ട്രീംലി ഇതിനുള്ളിൽ നിന്നും അവർക്ക് ജാതിയുടെ പേരിൽ അവഗണന അനുഭവപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണത്. എനിക്ക് നസീമിൽ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവൻ അതിനകത്ത് സ്ഥാപിച്ചെടുക്കണം. എനിക്ക് ഇവിടെ ഇരിക്കാനുള്ള തടസ്സം എന്താ? ഇവിടെ ഇരിക്കാനുള്ള തടസ്സം എന്താ? ഇവിടെ ഇരിക്കാൻ പറയുമ്പോൾ ഇവിടെ ഇരിക്കാനുള്ള എന്താ തടസ്സം എന്തെന്ന് ചോദിക്കാനുള്ള ആർജവം ഭയം കൂടാതെ അവൻ ചോദിക്കാൻ പഠിക്കണം. അതിന്റെ കുഴപ്പം പറ, എന്താ തടസ്സം? ഈ റൈറ്റിനെ കുറിച്ച് സംസാരിക്കാൻ അവൻ അറിയില്ല. അത് പുറത്തു പോയി പരാതി വേറെ അവകാശത്തെ കുറിച്ച് പറയേണ്ട ഇടം. അതൊരു വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമില്ല. അതായത് നമ്മുടെ സഭയ്ക്കുള്ളിൽ തന്നെ ഇത്ര ഒരു വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല. വിദ്യാഭ്യാസം അല്ലാത്ത പ്രശ്നം, അറിവൊന്നും അല്ലാത്ത പ്രശ്നം, ആർജവമാണ്. ആർജവം ചില നഷ്ടങ്ങൾ സംഭവിക്കുന്ന ഭയമൊന്നും ആവശ്യമില്ല. നഷ്ടപ്പെട്ട ആ കോൺഫിഡൻസ് ജീവിതത്തിൽ വേണം. ധൈര്യത്തോടെ ഇതിനെ ഫേസ് ചെയ്യണം. നമ്മളെല്ലാം അങ്ങനെ വന്നവരാണ്. ഒരുത്തൻ അത് അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ 2 തവണ ചെയ്ത് കാണിക്കാം. മനസ്സിലായി? അവനെ കീഴടങ്ങരുത്.
ഇതൊരു ശക്തിക്കെതിരെയുള്ള പോരാട്ടമാണ്, ഇരുട്ടിനെതിരെയുള്ള പോരാട്ടമാണ്. ആ ഇരുട്ടിന്റെ സ്വാധീനം ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോട് പോരാടാനുള്ള ധൈര്യമാണ് പരിശുദ്ധാത്മാവ് അത്തരം ഒരു ധൈര്യത്തിലേക്ക് ആചോദത്തിലേക്ക് വരുമ്പോൾ ഈ പുറത്താക്കൽ പ്രക്രിയ ഉണ്ടാകുന്നില്ലേ? ഇത്തരം ആൾക്കാരെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ സഭയ്ക്ക് വെളിയിൽ പോകാൻ പറയുന്നത്. താങ്ക് യു സോ മച്ച് സേതു. സേതുവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായ പെന്തക്കോസ്തിലെ ജാതീയതയുടെ നിലനിൽക്കുന്ന ഒരു തെളിവ് തന്നെയാണ് പുള്ളിക്കാരൻ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പെന്തക്കോസ്ത് ദളിത് സമൂഹത്തിന് വേണ്ടിയിട്ട് ആകപ്പാടെ ചെയ്തിരിക്കുന്ന ഒരു ഗുണം എന്ന രീതിയിൽ പുള്ളി പറഞ്ഞത് കുറെ പ്രാസംഗികരെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ആ പ്രാസംഗികരോ ആ ഒരു പൊസിഷനിലിരിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഒരു ചോദ്യം ഉയർത്തി കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന പണിയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അവരുടെ സ്റ്റേജുകൾ കുറഞ്ഞു പോകും, അവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പരിഗണന പോലും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് മാറും. ഇതാണ് റിയാലിറ്റി. പുള്ളി പെന്തക്കോസ്ത് എന്ന് കേൾക്കുമ്പോഴേ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറി സാധനത്തിൽ നിന്ന് മാറാൻ ശ്രമിക്കുമ്പോഴത്തേന് സേതു അറിഞ്ഞുകൊണ്ട് പണി കൊടുക്കുകയാണ് പുള്ളിക്ക്. അത് പഴയ എളുപ്പമല്ല, കാരണം സോഷ്യൽ മീഡിയ കാലോ അതിന് ഇഷ്ടംപോലെ അവസരങ്ങൾ. ഞാൻ പറഞ്ഞിട്ട് ഈ ഇത്തരം അനീതികൾ ഇന്ന് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന മുഴുവൻ രാഷ്ട്രീയത്തിലാണെങ്കിലും സോഷ്യൽ മീഡിയ ഉണ്ടാകും. അല്ലെങ്കിൽ സർക്കാരോ പോലീസോ ഒന്നും നന്നാവില്ല. പോലീസ് ഇതിന് നന്നായിട്ടില്ല, പക്ഷേ കാര്യം സോഷ്യൽ മീഡിയ ആണ്. അല്ലെങ്കിൽ അവർക്ക് വേറെ മാറ്റമൊന്നും വന്നല്ല. അപ്പോൾ അവർ അടിസ്ഥാനപരമായിട്ട് എൻ്റെ വീക്ഷണത്തിൽ പോലീസ് കൊള്ളൂല. അടിസ്ഥാനപരമായിട്ട് അവരെ നന്നാക്കി എടുത്തത് ട്രെയിനിങ്ങോ ഒന്നുമല്ല, മനഃശാസ്ത്രം പഠിച്ചതോ അവന് ബോധം വന്നിട്ടോ അല്ല. കാരണം അവൻ്റെ പൂർവ്വസൂരികളെല്ലാം ചെയ്യുന്ന ഇത്തരം തിന്മയുടെ ഒരു സന്നിവേശം കിടക്കുകയാണ്. അവനെ കണ്ടിന്യൂ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ആ സ്പിരിറ്റിലേക്ക് ആയിപ്പോവാ. അത് മാറ്റിയെടുത്തത് പൊതുജനങ്ങളാണ് എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനുള്ള ഒരു സമരോത്സുകത അതാണ് കാണിക്കേണ്ടത്. അവിടെ ചെന്ന് പഠിക്കാൻ സമരം ചെയ്യില്ല ചെയ്യേണ്ടത്, ഇതിനെതിരെ നിൽക്കണം. അപ്പോൾ ഇവനെ അതുകൊണ്ട് തട്ടുകയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അത് പബ്ലിക് ഇടപെടേണ്ടി വരും. ഇതാണ് കാര്യം. അപ്പോൾ അതിലില്ലാതെ ഇവിടെ മൊത്തം എൻ്റെ കുഴപ്പം ഇത് തീർത്തേച്ച് അങ്ങോട്ട് എല്ലാം പറയാൻ പാടില്ല. ഇത് തീർത്തേച്ച് ഇതൊരു സമരം, ആഭ്യന്തര സമരമുണ്ട്, ആഭ്യന്തര കലഹങ്ങളുണ്ട്. ആ സംഘർഷങ്ങളിലൂടെയാണ് തിസീസും ആന്റി തിസീസും സിന്തസിസ് ചിന്ത ഉണ്ടാവണം. അത് ഹൈപ്പോത്തസിസ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അനുമാനിച്ച് പോയിട്ട് കാര്യമില്ല. ഞങ്ങൾ സിന്തസിസിലാണ് വിശ്വസിക്കുന്നത്, ഹൈപ്പോത്തസിസിലല്ല. ഇവിടെയാണ് ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്ന ആ ഒരു ചേഞ്ചിനെ കുറിച്ച് പറയുന്നത്. പുള്ളി ഇവിടെ ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞത് സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് ഇത്രയും മാറ്റം ഉണ്ടായില്ലേ, പോലീസിന് മാറ്റം ഉണ്ടായില്ലേ, ഗവൺമെന്റിന് മാറ്റം ഉണ്ടായില്ലേ, പൊളിറ്റിക്കൽ പാർട്ടീസിന് മാറ്റം ഉണ്ടായില്ലേ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ മാറ്റം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ആളുകൾ ചോദ്യം ചോദിക്കാൻ ധൈര്യപ്പെടുന്നതുകൊണ്ട് വന്നതാണ്. പെന്തക്കോസ്തിലും ജാതീയതയ്ക്ക് നേരിയ തോതിൽ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം വന്നത് മറ്റൊന്നും കൊണ്ടല്ല, സൊസൈറ്റി മൊത്തത്തിൽ ഈ ഒരു സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ്, വായന, ഇതിൻ്റെ എല്ലാം പ്രചോദനത്തിൽ നിന്നും പ്രത്യേകിച്ചും ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ തന്നെ എടുത്തു പറയണം. ഇതിൻ്റെ അധിനിവേശം കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ തോതിൽ സമൂഹം മാറിയത്. സൊസൈറ്റി മൊത്തത്തിൽ ചേഞ്ച് ആയപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് മാറിയ മാറ്റം മാത്രമേ പെന്തക്കോസ്തിലും ഉണ്ടായിട്ടുള്ളൂ. അതാണ് പുള്ളി നേരത്തെ പറഞ്ഞത്, ഹിന്ദുയിസത്തിലെ ജാതീയത മാറിക്കഴിഞ്ഞാൽ ഇവിടത്തെ മാറും. അവിടെ തന്നെ വ്യക്തമാണ്, ക്രിസ്ത്യാനിറ്റി കൊണ്ടോ പെന്തക്കോസ്ത് കൊണ്ടോ ജാതീയതയ്ക്ക് ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. മൊത്തത്തിൽ സമൂഹം മാറിയ അതിൻ്റെ കൂടെയും പെന്തക്കോസ്തിലെ ജാതീയത മാറും എന്നൊരു കാര്യം മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഈ സൊസൈറ്റി ഓടുന്നതിൻ്റെ കൂടെ മാത്രം ഓടാൻ പറ്റുന്ന പെന്തക്കോസ്തിലേക്ക് എന്തിൻ്റെ പേരിലാണ് ആളുകൾ ഇതിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് സൊല്യൂഷനായി എന്ന് പുള്ളി പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. പുള്ളി ആദ്യം പറഞ്ഞതിനെ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യുന്ന രീതിയിലാണ് അവസാനം കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ, പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാർ പെന്തക്കോസ്ത് പോലെയുള്ള മൂവ്മെൻറ്റ്സിലേക്ക് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ എടുത്തു പറയാം. ഇപ്പോൾ നിൽക്കുന്നതിനേക്കാൾ കൂടിയ അളവിൽ നിങ്ങൾക്ക് ജാതീയത അനുഭവിക്കേണ്ടി വരും പെന്തക്കോസ്തിൽ വന്നാൽ എന്നത് തീർച്ചയാണ്. അതിൻ്റെ കാരണം, മറ്റൊരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഒരു സൊസൈറ്റിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ഇതിനേക്കാൾ കുറവാണ്. പെന്തക്കോസ്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ തിരിയും. ആഴ്ചയിൽ 3 ദിവസം പെന്തക്കോസ്തുകാർക്ക് മിനിമം പ്രാർത്ഥന ഉണ്ടായിരിക്കും. 2 ദിവസം രാവിലെയും വൈകിട്ടും കാണും, ഞായറാഴ്ച 1 ദിവസം രാവിലെ മാത്രം. ആഴ്ചയിൽ ഇത്രയും ദിവസം നിങ്ങൾക്ക് ജാതീയവാദികളുടെ മുന്നിൽ പോയി അവരുടെ ആട്ടും തുപ്പും കേട്ട് അവിടെ പോയിരിക്കേണ്ട ഗതികേടുണ്ടാവും ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പം എന്തുകൊണ്ട് നോക്കിയാലും നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സമൂഹത്തിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വോൾ കമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇവിടെ വന്നിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെന്തക്കോസ്തിലെ ജാതീയത ഇല്ലാതാക്കാനേ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. ഇല്ലാത്ത ഒരു പ്രശ്നത്തിനെ ഉണ്ടാക്കിയെടുത്തിട്ട് ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കാണുന്ന പരിപാടിയാണ് പെന്തക്കോസ്തിൽ വന്നിട്ട് പെന്തക്കോസ്തിലെ ജാതീയതയ്ക്ക് വേണ്ടി നിങ്ങൾ പോരാടുന്നത്. രണ്ടാമത്തെ ഒരു മെച്ചം നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് എക്സ്ട്രീംലി റിഗ്രസീവായിട്ടുള്ളൊരു ഐഡിയയാണ് ഈ പെന്തക്കോസ്റ്റൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇത്രയും ഇൻ്റർഫിയർ ചെയ്യുന്ന വേറെ ഒരു ഐഡിയോളജി നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കയറി നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം എന്ന് വേണ്ട എല്ലാ മേഖലയിലും ഇവർ കയറി കൈ കടത്തും. നിങ്ങൾക്ക് പേഴ്സണൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ലാത്ത അവസ്ഥയിൽ കൊണ്ട് എത്തിക്കും. അപ്പോൾ അനിൽ കൊടിത്തോട്ടത്തിൻ്റെ സേതുവുമായിട്ടുള്ള ഈ ഒരു കോൺവെർസേഷൻ കേട്ട് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ട് ഇയാൾ ഒരു സൂത്രശാലിയായ കുറുക്കൻ എന്ന വിശേഷണത്തിന് യോഗ്യൻ എന്ന കാര്യം കൃത്യമായും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. പുള്ളിക്കാരൻ മുന്നോട്ട് വെക്കുന്ന പെന്തക്കോസ്റ്റൽ എന്ന് പറയുന്ന ഒരു ആശയത്തിന് സമൂഹത്തിൽ പിന്നോക്ക വിഭാഗത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കഴിയുന്നില്ല, ഇനിയും കഴിയില്ല എന്നുള്ളത് പുള്ളിയുടെ വാക്കുകളിൽ നിന്നും പകൽ പോലെ തന്നെ വ്യക്തമാണ്. ഉപ്പുപ്പ ആനപ്പുറത്ത് കയറിയ തഴമ്പല്ലാതെ ഇവർക്ക് എടുത്തു പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. പിന്നെ പുള്ളി തന്നെ എക്സ്പ്ലിസിറ്റ്ലി സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് ജാതീയതയുടെ പേരിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ തിരിച്ചു പോകരുത്. ഇവിടെ സാൽവേഷൻ ആർമി ഉണ്ട്, ബൈബിൾ ഫെയ്ത്ത് മിഷൻ ഉണ്ട്, ലുഥറൻ ചർച്ച് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം, ഒരിക്കലും പെന്തക്കോസ്തിലേക്ക് പോകരുത്. ഞാനിത് എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ, കുട്ടിക്കാലം മുതൽ ഈ ഒരു വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ഇതിലത്തെ നെറുകേടും നീചത്വവും കണ്ട് വളർന്ന് മടുത്തിട്ട് ഇതിൽ നിന്ന് പുറത്തു വന്ന വ്യക്തിയാണ്. എന്തായാലും അനിൽ കൊടിത്തോട്ടം പെന്തക്കോസ്ത് വിഭാഗത്തിൻ്റെ ഒരു ചിഹ്ന ആൾദൈവമാണെന്ന് എനിക്ക് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതോടുകൂടി മനസ്സിലായി. കാരണം
ഇത്രയധികം ആൾക്കാർ ഒരുമിച്ച് വന്ന് തെറി വിളിച്ചത് വേറൊരു വീഡിയോയിലും ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു വീഡിയോയ്ക്ക് താഴെയും അത് തന്നെ ഞാനും പ്രതീക്ഷിക്കുന്നുള്ളൂ. പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്ന് നമ്മുടെ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ കുരയ്ക്കുന്നവർക്ക് അവിടെ ഇരുന്ന് കുരച്ചുകൊണ്ടേയിരിക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. തക്കുടു നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.